ഹോട്ട്സ്പോട്ട്. നമസ്കാരം, സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഹോട്ട്സ്പോട്ടിൽ ഈസ്റ്റർ സ്പെഷ്യൽ ഹോട്ട്സ്പോട്ടിലുള്ള ആള്, നാഷണൽ അവാർഡ് വിന്നർ, ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ, ഇപ്പോൾ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന തുടരും സിനിമയുടെ സംവിധായകനായിട്ടുള്ള തരുൺ മൂർത്തിയാണ്. തരുൺ ചേട്ടാ, നമസ്കാരമുണ്ട്. എവിടെയുണ്ട്? എന്തുണ്ട്? എന്തുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷങ്ങൾ. തുടരുമാണ് പുതിയ വിശേഷം. തുടരുമിന്റെ എക്സൈറ്റ്മെന്റും ടെൻഷനിലും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ തുടരും തന്നെ വെച്ച് അങ്ങ് ചോദിച്ചു തുടങ്ങാണ്. എന്താണ് തുടരും എന്നുള്ള സിനിമ? ഒരുപാട് അഭ്യൂഹങ്ങൾ അവിടെ നിന്ന് വരുന്നു, പലരും പലതും പറയുന്നു. ശരിക്കും എന്താണ് തുടരും? തുടരും എന്താണോ ഞങ്ങൾ ഇതുവരെ എന്തൊക്കെ പ്രൊമോഷൻ കണ്ടന്റുകൾ പുറത്തു വിട്ടിട്ടുണ്ടോ, പോസ്റ്റേഴ്സ് വിട്ടിട്ടുണ്ടോ, പാട്ട് വിട്ടിട്ടുണ്ടോ, അതാണ് തുടരും. അതിനപ്പുറത്തേക്ക് ഒന്നും ഈ സിനിമ അങ്ങനെ ഹൈഡ് ചെയ്തൊന്നും വെച്ചിട്ടില്ല. അപ്പം നമ്മൾ എന്തൊക്കെയോ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള ഫാൻസ് തിയറീസ് ആണല്ലോ ഈ ഇത്രയും എക്സൈറ്റ്മെന്റുകളും ഹൈപ്പുകളൊക്കെ കൂടുന്നത്. ഞാൻ അങ്ങനെ ഒരാളുകളെ പറ്റിച്ച് തിയേറ്ററിൽ കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരാളല്ല. പക്ഷെ കഥ മൊത്തം നമുക്ക് സിനിമയ്ക്ക് മുന്നേ റിവീൽ ചെയ്യുന്നത് ശരിയല്ല. അത് തിയേറ്ററിൽ കാണേണ്ട കാഴ്ചയാണ്, തിയേറ്ററിൽ അനുഭവിക്കേണ്ടതാണ്. ഞങ്ങൾ എല്ലാവരും ഈ പറയുന്ന ശബ്ദത്തിനും കാഴ്ചയ്ക്കും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടെക്നീഷ്യൻസ് ആണ് ഞങ്ങൾ എല്ലാവരും. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റും ആ സിനിമയുടെ ഡ്രാമയും സിനിമയുടെ ഇമോഷൻസും ആളുകളുടെ പെർഫോമൻസിന്റെ വെയിറ്റേജും ഒക്കെ തിയേറ്ററിൽ കാണാൻ വേണ്ടി അതെല്ലാം ഞങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ സിനിമയുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഇതുവരെയും ഞങ്ങൾ വിട്ടിരിക്കുന്ന പ്രൊമോഷൻ കണ്ടന്റുകളാണ് അതിന്റെ പൊതു സ്വഭാവം. അപ്പം ഇതൊരു ഫാമിലി ഡ്രാമ എന്ന് പറയുന്ന ജോണറിലുള്ളതാണ്. ഞാനിത് ഫാമിലീസിനെയാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. കേരളത്തിലുള്ള എല്ലാ സകല കുടുംബങ്ങളും ലാലേട്ടനെയും ശോഭന മാമിനെയും കാണാനായിട്ട് തിയേറ്ററിൽ വരണം എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ആഗ്രഹം. അപ്പം ആ കുടുംബ പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്താനായിട്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ആ സിനിമയിൽ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഓരോ പ്രോഡക്റ്റുകൾക്കും ടാർഗറ്റ് ഉണ്ടല്ലോ. അപ്പം ഞാൻ തുടരും സിനിമ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ലാലേട്ടനെയും ശോഭനയെ സ്നേഹിക്കുന്ന ഫാമിലികൾക്ക് വേണ്ടിയിട്ടാണ്. ആ ഫാമിലി എത്തിയാൽ ഞങ്ങൾ ഹാപ്പിയാണ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ എന്തായാലും തുടരും സിനിമയുടെ ആവേശത്തിലാണ് ഞങ്ങൾ എല്ലാവരും. ഇപ്പൊ ചേട്ടനും ചേട്ടൻ്റെ ക്രൂവും എത്രത്തോളം ആവേശത്തിലാണോ അത്രയും ആവേശം തന്നെയാണ് ഞങ്ങൾ മലയാളികൾ എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ അതിന്റെ കൂടെ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഒരു ലാലേട്ടൻ ഫാനാണ് തരുൺ മൂർത്തി എന്നുള്ള സിനിമാ പ്രവർത്തകൻ, എനിക്ക് 100% അറിയാം. അപ്പോൾ ഒരു ലാലേട്ടൻ ഫാനിന് ലാലേട്ടനെ കയ്യിൽ കിട്ടിയപ്പോൾ എന്തായിരുന്നു അവസ്ഥ? നമ്മൾ ചോദിക്കില്ലേ, എന്തായിരുന്നു അവിടുത്തെ ഒരു പെരുമാറ്റം, എന്തായിരുന്നു എന്ന് ചോദിക്കുന്ന പോലെ എന്തായിരുന്നു അവസ്ഥ? ലാലേട്ടനെ കയ്യിൽ കിട്ടിയപ്പോ ആക്ച്വലി ആദ്യത്തെ സമയങ്ങളിലൊക്കെ നമുക്കൊരു വല്ലാത്ത റെസ്പെക്റ്റും പറയാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പാടണോ എന്ന് പറയുന്ന ഭയങ്കര ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ. അത് പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോ എന്റെ ഡയറക്ടർ, എന്റെ ആക്ടറാണ് അദ്ദേഹം. അപ്പം ഞാൻ നന്നായി അദ്ദേഹത്തെ കമാൻഡ് ചെയ്ത് നിന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഔട്ട്പുട്ട് കിട്ടില്ല എന്ന് പറയുന്ന തോന്നൽ എനിക്ക് തന്നെ എനിക്ക് ലൈഫിൽ കിട്ടുന്ന ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മൊമെന്റ് ആണ്. അപ്പൊ ഞാൻ ആ ഫാൻ ബോയ് മൊമെന്റുകളൊന്നും ഈ പറയുന്ന അത്ര ആരാധനയോടെ നോക്കി നിൽക്കുന്ന സിറ്റുവേഷൻസ് ഒന്നും ഞാൻ ഡയറക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരുപക്ഷെ പല കാര്യങ്ങളും അദ്ദേഹത്തിന് പറയാൻ ഞാൻ മടിച്ച് പിന്നോട്ട് മാറും. അപ്പൊ ഞാൻ അവിടെ അദ്ദേഹത്തിന്റെ കൃത്യമായിട്ട് നയിക്കേണ്ട ഒരു സംവിധായകന്റെ കുപ്പായമിട്ട് തന്നെയാണ് ഇരുന്നത്. ഫാൻ ബോയ് മൊമെന്റുകളൊക്കെ ഇപ്പൊ നമ്മൾ എഡിറ്റിൽ നിന്ന് കാണുമ്പോഴാണ് ഞാൻ അങ്ങനെ ചെയ്യിച്ചിട്ടോ ഇങ്ങനെ ചെയ്യിച്ചിട്ടോ ഒന്നും എക്സൈറ്റ്മെന്റുകൾക്കുള്ളത്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ സിനിമ നന്നാകുക, ഈ സിനിമ നമ്മൾ കോടികൾ വാരിക്കൂട്ടുക എന്ന് പറയുന്ന ക്ലബുകളുടെ കണക്കല്ല ഞാൻ പറയുന്നത്. ആളുകൾക്ക് ഹൃദയത്തിൽ വെക്കാവുന്ന അല്ലെങ്കിൽ കാലങ്ങൾക്ക് ശേഷവും ഇങ്ങനൊരു സിനിമ ചെയ്തിരുന്നു എന്ന് പറയുന്ന ഒരു ടോക്കിംഗ് സിനിമ ആക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അപ്പം ബാക്കിയൊന്നും ഞാൻ അങ്ങനെ അതിലൊന്നും, അതൊക്കെ ഈ പറയുന്ന സിനിമയുടെ മാർക്കറ്റിംഗ് സ്റ്റണ്ടുകളും നിൽക്കുന്നതാണ്, ഈ ക്രോർ ക്ലബ് പരിപാടികളൊക്കെ. അതൊന്നും പോകാണ്ട് അതൊക്കെ വന്നോട്ടെ, അതൊക്കെ വരുന്നത് പ്രൊഡ്യൂസർക്കും എനിക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ആളുകളുടെ മനസ്സിൽ നിൽക്കേണ്ട സിനിമയാണ്. നിർമ്മാതാവിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. ഈ സിനിമ ആളുകൾക്ക് എന്നും പറയാൻ പറ്റുന്ന ഒരു നല്ല സിനിമ കണ്ടു എന്ന് പറയുന്ന ഒരു ഇമോഷനാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അതിന് വേണമെങ്കിൽ അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഫാൻ ബോയ് എന്നുള്ളതിനെ മറന്ന് അതിന്റെ നല്ല കെട്ടുറപ്പുള്ള തിരക്കഥ കയ്യിൽ കിട്ടുമ്പോൾ അത് കയ്യിൽ നിന്ന് വഴുതി പോകാണ്ട് ചേർത്ത് പിടിക്കുന്ന മിഷനുള്ള ഒരു സംവിധായകനായിട്ട് നിന്നാൽ അത് കിട്ടുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഞാൻ മാക്സിമം പണിയെടുത്തിട്ടുണ്ട്. സെക്കൻഡറി ആണ് എനിക്ക് ഫാൻ ബോയ് മൊമെന്റ്. ഓ, അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും ഈ സിനിമയും എന്താ പറഞ്ഞ തിയേറ്ററിൽ വരികയും ക്രോർ ക്ലബിൽ ആഡ് ചെയ്യപ്പെടുകയും ചെയ്യണമെന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതിനോടൊപ്പം ഈ സിനിമ മലയാളികളുടെ മനസ്സിൽ കിടക്കട്ടെ, സ്ക്രീനിൽ കിടക്കുന്നതോടൊപ്പം മനസ്സിലും കിടക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് OTT കിടക്കുന്നതിനോടൊപ്പം അല്ലേ, അത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ബാക്കിയൊക്കെ സെക്കൻഡറി ആണ്. നമ്മുടെ ഹോം സിനിമയിൽ
അച്ഛൻ പറയുന്ന, അല്ലെങ്കിൽ ഇന്ദ്രൻ സേടിൻ്റെ കഥാപാത്രം ഒലിവർ ട്വിസ്റ്റ് എന്നാണുള്ള കഥാപാത്രം. അപ്പോൾ അദ്ദേഹം പറയുന്ന പോലെ ഫോട്ടോ ചിലത് മനസ്സിൽ കിടക്കുമെന്ന് പറയുന്ന പോലെ ഈ സിനിമ മനസ്സിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ മണിക്കൂറിലെ ഏറ്റവും ആദ്യത്തെ പാട്ടിലേക്ക് പോകുന്നു. സേതുവാണ് കൂടെയുള്ളത്. SK ഹോട്ട്സ്പോട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ നാഷണൽ അവാർഡ് വിന്നർ ഡയറക്ടർ തരുൺ മൂർത്തിയാണുള്ളത്. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK ഹോട്ട്സ്പോട്ട്. ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ SK ഹോട്ട്സ്പോട്ടിൽ എൻ്റെ കൂടെയുള്ളത് ഒരു കലക്കൻ ഡയറക്ടറാണ്, കലക്കൻ എഴുത്തുകാരനാണ് എൻ്റെ കൂടെയുള്ളത്. റിയൽ ലൈഫ് സ്റ്റോറി കൊണ്ട് മലയാളികളെ ഇങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്തായാലും റിയൽ ലൈഫ് സ്റ്റോറിയെക്കുറിച്ചും റിയൽ ലൈഫ് കണക്റ്റിനെ കുറിച്ചൊക്കെ പറയാം. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ് തരുൺ മൂർത്തി എന്നുള്ള സംവിധായകൻ എന്നുള്ളതാണ്. അതായത് ഓരോരുത്തർക്കും സിനിമ സംവിധാനം ചെയ്യുന്നതിൽ ഓരോ രീതികളുണ്ടാവും. സിനിമയിലേക്ക് സംവിധായകനായി എത്തിയതിൽ ചില വഴികളുണ്ടാവും. അപ്പോൾ എന്താണ് തരുൺ മൂർത്തി എന്നുള്ള സംവിധായകൻ? അത് ഒന്ന് പറഞ്ഞുതരാമോ? കാരണം ഹിറ്റുകൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞ സംവിധായകൻ ആക്ച്വലി അയാളൊരു നല്ല സ്റ്റുഡന്റാണ്. പഠിച്ചുകൊണ്ടിരിക്കുക. ഓരോ സിനിമ ചെയ്യുമ്പോഴും അയാളുടെ ചുറ്റുപാടുകളിൽ നിന്നും ആ സിനിമകളിൽ നിന്നും ഒക്കെ പലതും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതൊരു ഭയങ്കര ഡിറ്റർമിൻഡ് ആയിട്ടുള്ളൊരു ഡയറക്ടറല്ല. ഞാൻ വളരെ ആക്സിഡന്റൽ ഡയറക്ടറാണ്. ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് സംവിധാനം ചെയ്യാൻ തീരുമാനിച്ച ഒരു കലാകാരനാണ്. അല്ലെങ്കിൽ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടും സിനിമയിൽ നിന്ന് ഞാൻ പുറത്തു പോകരുത്, സിനിമ എനിക്ക് കിട്ടാതെ പോകരുതെന്ന് പറഞ്ഞാൽ എന്റെ വല്ലാത്ത കൊതിയാണ് എന്നെ കൊണ്ട് സംവിധായകന്റെ കുപ്പായം ഇടിയിച്ചത്. അപ്പൊ ആ സംവിധായകന്റെ കുപ്പായം ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുത്തുകാരനായത്. അപ്പൊ ഇതൊക്കെ എന്നെ സംബന്ധിച്ചെല്ലാം ആക്സിഡന്റൽ കാര്യങ്ങളാണ്. അപ്പം എന്താണ് തരുൺമൂർത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും ഞാനൊരു നല്ല സ്റ്റുഡന്റ് ആണ്. അതിനേക്കാൾ ഉപരി എനിക്ക് പറയാൻ പറ്റും ഞാൻ ആക്സിഡന്റൽ ഡയറക്ടറാണ്. ഒരുപാട് ഓഡിഷൻസിന് പോയിട്ടുണ്ടല്ലേ നടനാവാൻ വേണ്ടിയിട്ട്? അങ്ങനെ ഒരു കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട് സിനിമ പതിയെ എഴുതി തുടങ്ങുകയും പിന്നെ അവിടെ നിന്ന് ഒരു അൻവർ റഷീദ് സ്നേഹവും സമീർ താഹിറിന്റെ ഒരു സ്നേഹവും ഒക്കെ ഈ കഥയിൽ കൂട്ടിച്ചേർക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അതെ 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 അതെ. അവരൊക്കെ ചില സമയങ്ങളിൽ അവരുടെയൊക്കെ ഒരു പുഷും അവരുടെയൊക്കെ ഒരു കയ്യൊപ്പും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ജാവ എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. ഇപ്പൊ തുടരും സിനിമ രണ്ടുപേരും കണ്ടിരുന്നോ? ഇല്ലില്ല. പക്ഷെ തുടരുന്ന എല്ലാ അപ്ഡേറ്റുകൾക്കും അൻവർക്കിനെ കൃത്യമായിട്ട് തന്നെ ഫീൽ ചെയ്യണം. അപ്പൊ ഞാൻ അൻവർക്കയുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ അൻവർ റഷീദ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ ഞാനൊരു മെന്ററിനെ പോലെ കാണുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഡെയിലി വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നില്ല. പക്ഷെ ഒരു എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ കാണാനും അറിയാനും ആഗ്രഹിക്കുന്ന ഒരാളാണ് അൻവർ റഷീദ്. അപ്പം അൻവർക്ക് ആക്ച്വലി എന്റെ കയ്യിൽ ഞാൻ ഈ സൗദി വെള്ളക്ക സിനിമ കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി എന്ത് സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ കൺഫ്യൂഷനിൽ ഇരുന്നിരുന്നു. അപ്പൊ എന്താണ് ഞാൻ അടുത്ത സിനിമ ചെയ്യേണ്ടത്? ഞാൻ ഒരു കൊമേഴ്ഷ്യലി സക്സസ് ആയ സിനിമ ചെയ്തു. രണ്ടാമത്തെ സിനിമയും കൊമേഴ്ഷ്യലി സക്സസ് പ്ലസ് ക്രിട്ടിക്കലി അക്ലൈംഡ് ആയിട്ടുള്ള സിനിമ ചെയ്തു. ദെൻ വാട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ ഞാൻ അതിന് കൺഫ്യൂഷൻ വന്ന സമയത്ത് അൻവർക്കിനെ ഞാൻ പോയി കണ്ടിരുന്നു. അപ്പൊ അൻവർക്ക് പറഞ്ഞു തന്റെ പേരിനൊപ്പം ഇനിയൊരു സ്റ്റാറിനെ, മലയാളത്തിലെ എക്കാലത്തെയും വലിയ സ്റ്റാറിനെ കൂടെ കാണാനാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു തരുൺമൂർത്തി എന്ന് പറയുന്ന പേരിനൊപ്പം ഒരു മോഹൻലാൽ എന്ന് പറഞ്ഞ പേരോ അല്ലെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന പേരോ അല്ലെങ്കിൽ പൃഥ്വി അങ്ങനെ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റിന്റെ പേര് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നിന്നാണ് ഓക്കെ നെക്സ്റ്റ് ഇനി എന്റെ പേരിൽ വരേണ്ടത് ഒരു മോഹൻലാൽ സിനിമ തന്നെയാണ്, അല്ലെങ്കിൽ അതേപോലത്തെ സ്റ്റാർ മെറ്റീരിയൽ സിനിമയാണെന്ന് ഞാൻ ഡിസൈഡ് ചെയ്യുകയും ഞാൻ ഏതാണ്ട് ഒരു 1 year വെയിറ്റ് ചെയ്ത് ഇരുന്നതും അതിന് വേണ്ടിയിട്ടാണ്. ഫോർ മീ അൻവർക്ക അങ്ങനെ രീതിയിൽ മെന്ററാണ്. ഒരുപാട് ആളുകളുണ്ട് പല രീതിയിൽ നമ്മളെ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനത്തെ സ്വന്തം ജീവിതത്തിലുള്ള 2 ആളുകളെ കുറിച്ചും എനിക്ക് ചോദിക്കാനുണ്ട്. പക്ഷേ അത് പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം. കേട്ടുകൊണ്ടിരിക്കൂ. എൻ്റെ കൂടെ ഇന്ന് ഈസ്റ്റർ സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ടിൽ സംവിധായകൻ എഴുത്തുകാരൻ തരുൺ മൂർത്തിയാണുള്ളത്. ഇപ്പോൾ തുടരും സിനിമയുടെ റിലീസിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന നമ്മൾ പലരും മെസ്സേജ് അയച്ച് വാട്സാപ്പിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ചേട്ടാ തുടരും എന്നായി എന്ന് ചോദിച്ച ആ മനുഷ്യൻ അദ്ദേഹമാണ് എൻ്റെ കൂടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം. അതിനുവേണ്ടി കേട്ടുകൊണ്ടിരിക്കൂ. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK ഹോട്ട്സ്പോട്ട്. എൻ്റെ കൂടെ തുടരും സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് സംവിധായകൻ തരുൺ മൂർത്തിയാണുള്ളത്. തരുൺ ചേട്ടാ, ഒരുപാട് മെസ്സേജുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വന്നിട്ടുണ്ടാവില്ലേ ഈ തുടരും സിനിമയെ കുറിച്ച്? എന്തായി അപ്ഡേറ്റ് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട്? എന്താണ് എല്ലാവരും ഇങ്ങനെ കാത്തിരുന്ന് മടുത്ത് ബ്രോ, വേഗം ഇറക്കി വിട് ബ്രോ എന്നൊക്കെ പറയുന്ന മെസ്സേജുകളുണ്ട്. ഇവൻ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും എല്ലാ ഏജ് ഗ്രൂപ്പിൽ നിന്നും. ഇവൻ അതിനേക്കാൾ ഉപരിയായിട്ട് ലാലേട്ടന്റെ കുറെ സ്ലീപ്പർ സെൽ ഫാൻസ് ഉണ്ട്. കുറെ നാളുകളായിട്ട്
എന്താ ലാലേട്ടൻ ചെയ്യുന്ന സിനിമകൾ ഇഷ്ടമുണ്ടെങ്കിലും അത് അധികം ഒന്നും പ്രകടിപ്പിക്കാതെ തിയേറ്ററിൽ നിന്നൊന്ന് മാറി നിൽക്കുന്ന ഒരു വലിയ സമൂഹം ഫാൻസ് ഇപ്പോഴും പുറത്തുണ്ട്. അപ്പൊ അതായത് ഈ വേറെ സിനിമ ഒന്നും തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ പോയി ഞങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്ന് പറയുന്ന ഒരു വലിയ ഫലം. അതായത് ഇപ്പം അതിന് ചിലപ്പോൾ നമ്മൾ ഇന്നത്തെ തലമുറ ചിലപ്പോൾ തന്തവൈബ് എന്നൊക്കെ ആയിരിക്കും അതിന് വിളിക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു തന്തവൈബ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഒരു 30 above to അങ്ങോട്ടുള്ള ഒരു വലിയ സമൂഹം ഈ സിനിമ കാണാൻ വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി കിട്ടുന്ന ഒരു ഫീലും റിപ്പോർട്ടുകളും. അപ്പോ അവര് തിയേറ്ററിൽ വരണമെന്നാണ് ആഗ്രഹം. അവര് ആ സ്ലീപ്പർ ലാലേട്ടന്റെ എവർഗ്രീൻ ആയിട്ടുള്ള എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള കുറ്റവും ട്രോളും ഈ പറയുന്ന ചീത്തവിളിയും തെറിവിളികളും ഇല്ലാണ്ട് വളരെ ജെനുവിൻ ആയിട്ടുള്ള ലാലേട്ടൻ ഓഡിയൻസ് ഉണ്ട്. അവര് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് അവർക്കൊപ്പം ആഘോഷിക്കപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം. ഓ സൂപ്പർ. അപ്പൊ എന്തായാലും നമ്മളിപ്പോ കരിയറിലുണ്ടായ ചില മെന്റേഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ അൻവറിക്ക പറഞ്ഞ ചില വാക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അച്ഛന്റെയും കുക്കുവിന്റെയും കാര്യം പെട്ടെന്ന് ആലോചിച്ചത്. അപ്പൊ അതാണ് നമുക്ക് ഇനിയിപ്പോ ചോദിക്കാനുള്ളത്. ശരിക്കും ചേട്ടൻ എപ്പോഴും ലൈഫിൽ അനുഗ്രഹമായിട്ട് കുറെ വേദികളിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛനും കുക്കുവും എന്നുള്ള 2 പേരുകൾ. അപ്പോൾ കുക്കുവിനെ കുറിച്ച് പറയണം, ആരാണ് കുക്കു എന്ന് പറയണം. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ചേട്ടൻ പറയുന്നതാണ് നല്ലത്. ഒപ്പം തന്നെ ഇവർ ലൈഫിലുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ ആയി, ഇവർ ലൈഫിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കുക്കു അല്ല ഭാര്യ, അല്ലെങ്കിൽ ഈ അച്ഛനല്ല വേറൊരു കുടുംബത്തിലാണ് ജനിച്ചിരുന്നതെങ്കിൽ, അങ്ങനെയൊക്കെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനൊക്കെ പറയുകയാണെങ്കിൽ എന്താകുമായിരുന്നു തരുൺ മൂർത്തി എന്നുകൂടിയാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ അച്ഛനിലും കുക്കുവിലും അവരുടെ സ്നേഹത്തിൽ നിന്ന് തുടങ്ങാം നമുക്ക്. അച്ഛൻ മധു എന്നാണ് പേര്. വൈക്കമാണ് ഞങ്ങളുടെ സ്വദേശം. ഞങ്ങളൊക്കെ ഈ പറയുന്ന കോട്ടയത്തിന്റെ ഭാഗമായിട്ടുള്ള വൈക്കത്തിന്റെ അറ്റത്തുള്ള ആളുകളാണ്. അപ്പം ബേസിക്കലി കോട്ടയംകാരനാണ്. അപ്പം അച്ഛനൊക്കെ ഈ പറയുന്ന പോലെ നാടകവും തിയേറ്ററുകളും ഒക്കെ ആയിട്ട് നടന്ന ഒരു കലാ പാരമ്പര്യമുള്ളൊരു ഫാമിലിയാണ്. അപ്പം അതിന്റെയൊക്കെ ഒരു ഗുണമാണ് ഈ പറയുന്ന ജനിച്ച സമയം പോലെ തന്നെ കാണുന്ന കാഴ്ചകളിലൊക്കെ നാടകങ്ങളും സംസാരങ്ങളിലൊക്കെ നാടകങ്ങളും ആർട്ടും ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ലൈഫിന്റെ ഒരു സ്റ്റേജിൽ നമ്മൾ ഇതിന്റെ ഒരു തണൽ പറ്റി തന്നെയാണ് വളർന്നതും ഒക്കെ. അപ്പം കൃത്യമായിട്ട് മകനെ എന്തൊക്കെ ചെയ്യിക്കണം, ആർട്ട് പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഡ്രോയിങ് പഠിപ്പിക്കണം, അവനെ ആർട്ടിന്റെ ഞാൻ പറഞ്ഞ ഒരു കൾച്ചർ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അപ്പം എന്താ പറയാ, മക്കളെ വളർത്തുമ്പോൾ പഠിത്തത്തിനൊപ്പം തന്നെ അവരുടെ ലൈഫ് എൻഗേജ്ഡ് ആകാനും അവർക്ക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സോഴ്സസിനെ കണ്ടെത്താനുമായിട്ട് അച്ഛൻ കണ്ടെത്തിയ വഴികളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയാണ് ഞാൻ കഥകളി എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമിലോട്ട് എത്തുന്നത്. അപ്പം ഒരു 10-15 വർഷത്തോളം കഥകളി പഠിച്ചതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ആ ആർട്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പഠിക്കുന്നതോടുകൂടി തന്നെ അതിന്റെ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഡെഫിനിഷൻ ഉണ്ടല്ലോ. നമ്മൾ ഇതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല ഒരു മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനും അപ്പുറത്തേക്കുള്ള ഒരു ലോകം തുറന്നത് അച്ഛനാണ്. അപ്പം അതുവഴി സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലുകൾ, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലെ മത്സരങ്ങൾ, ആ മത്സരങ്ങളുടെ റിസൾട്ടുകളൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വന്ന ഒരാൾക്ക് ആർട്ടിന്റെ അൾട്ടിമേറ്റ് എന്ന് പലരും വിശ്വസിക്കുന്ന സിനിമയാണ്. നമ്മൾ ഒരുപാട് പേര് പെട്ടെന്ന് തിരിച്ചറിയുന്നത്, നമുക്ക് പെയിൻ കിട്ടുന്നത്, നമ്മൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതൊക്കെ സിനിമ എന്ന് പറയുന്ന മറ്റുള്ള ആർട്ടിലും ഏറ്റവും ബെസ്റ്റ് ആയി കഴിഞ്ഞത് കിട്ടും. എങ്കിൽ പോലും ഒരു പരിധിയിൽപ്പെട്ട എല്ലാ കലാകാരന്മാരും ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് സിനിമയിൽ എങ്ങനെയെങ്കിലും എത്തണം എന്നതാണ്. അങ്ങനെയും ആ ചിന്തയാണ് എന്നെ സിനിമയിലേക്ക് എത്താൻ എന്നെ സ്വപ്നം കാണിച്ചത്. ചോദിച്ചത് കുക്കു എന്ന് പറയുന്നത്, കുക്കു രേവതി റോയി എന്നാണ് പേര്. നാട്ടകംകാരിയാണ്, കോട്ടയംകാരിയാണ്. അപ്പം എന്റെ ലൈഫിൽ എന്റെ ഭാര്യയാണ്. എന്റെ ലൈഫിൽ വന്നതിന് ശേഷം ഞങ്ങൾ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് 2 പേരും ഒക്യുപ്പൈഡ് ആയിരുന്നു. 2 പേരും ജോലി ഉണ്ടായിരുന്ന ആളുകളാണ്. ഞങ്ങൾ ജോലിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് പോകുന്ന ആളുകളായിരുന്നു. ആ ഒരു സ്റ്റേജിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം ഇനി ജോലിയിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ സിനിമയിലേക്കാണ് സ്റ്റാമ്പ് ചെയ്യാൻ പോകുന്നത്, സിനിമയിലാണ് എനിക്ക് സന്തോഷം കിട്ടുന്നതെന്ന് പറഞ്ഞപ്പോ അതിലേക്ക് വേണ്ടിയിട്ട് എനിക്കൊപ്പം നിന്ന ആളാണ്. അപ്പം ഞങ്ങള് കൂടെ നിന്ന് നമുക്ക് ഇങ്ങനെ സ്വപ്നത്തിന് പിന്നാലെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ്കോഴ്സ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്ന കുറെ ചലഞ്ചസ് ഉണ്ട്, ഫ്രസ്ട്രേഷൻസ് ഉണ്ട്, ഡിപ്രഷൻസ് ഉണ്ട്, അൺഈവൻ ആയിട്ടുള്ള ഹാപ്പിനെസ്സുകളുണ്ട്. അപ്പം ആ സമയത്ത് നമ്മൾ കൂടെ നിൽക്കുന്ന ആളാണ് നമ്മളെ അത് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തേണ്ടത്, നമ്മളെ ചേർത്ത് നിർത്തേണ്ടത്, നമുക്ക് നമ്മുടെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യേണ്ടത്. അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത ഒരാളാണ് എൻ്റെ ഭാര്യ. അപ്പം എന്താ പറയാ, ഈ പറയുന്ന പോലെ എന്നെ ശരിക്കും പറഞ്ഞാൽ മോൾഡ് ചെയ്തെടുക്കുകയായിരുന്നു. എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും
നമ്മളുടെ ഹാപ്പിനെസ് സിനിമ തന്നെയാണ്. സിനിമയിലേക്ക് എത്താൻ പറ്റുമെന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച് അതിനുള്ള ഒരു ബാക്കപ്പ് തന്ന് കൃത്യമായിട്ട് തന്നെ എന്താ പറയാ, ഇപ്പം ഓപ്പറേഷൻ ജാവ സിനിമ ഇറങ്ങുന്ന സമയത്തും ഒക്കെ ടെൻഷൻ അടിക്കുമ്പോഴും ഒക്കെ കൂടെ നിന്ന് ഇത് നമുക്ക് വേണ്ടി ദൈവം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, നമ്മൾ ഹിറ്റടിക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് ഈ മൊമെന്റ് വരെയും കൂടെയുള്ള ആളാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഡ്രീം കാണാൻ പഠിപ്പിച്ചത് അച്ഛനാണ്, ഡ്രീം നേടാൻ പഠിപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ കുക്കുവാണ്. സൂപ്പർ. നമ്മുടെ ടീമിലെ മികച്ച രണ്ട്, അല്ലെങ്കിൽ നമ്മളെന്ന വണ്ടിയെ വലിച്ചുകൊണ്ട് പോകുന്നതിൽ ഏറ്റവും മികച്ച രണ്ട് ആൾക്കാരാണ് അല്ലേ? അങ്ങനെയാണ് പറയട്ടെ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമ്മൾ എത്താൻ പോകുന്നത് ആ ഒരു സ്കൂൾ നാടകങ്ങളിലേക്കും മികച്ച നടൻ എന്നുള്ള ടൈറ്റിലേക്കും കഥകളി എന്നുള്ള കലയിലേക്കും ഒക്കെയാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അതിനുത്തരം പറയാനായിട്ട് തരുൺമൂർത്തി എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM. SK ഹോട്ട്സ്പോട്ട് ആണത്, സേതുവാണ് കൂടെ. കാതോരം കരുതലായി കാലത്തിനൊപ്പം. എന്റെ കൂടെ ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ SK ഹോട്ട്സ്പോട്ടിൽ ഒരു ഫിൽറ്ററുകളും ഇല്ലാണ്ട് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്ന ആളുടെ പേര് വൺ ആൻഡ് ഓൺലി തരുൺ മൂർത്തി എന്നുള്ളതാണ്. തരുൺ ചേട്ടാ, അപ്പോൾ നമ്മൾ ഇപ്പോൾ അച്ഛൻ്റെ കാര്യം പറഞ്ഞു, കുക്കുവിൻ്റെ കാര്യം പറഞ്ഞു, അച്ഛൻ പഠിപ്പിച്ച കഥകളിയെക്കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ അച്ഛന് മകനിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അച്ഛൻ സ്വാധീനിച്ച മകനിലുണ്ടായ കല എന്നുള്ള ആ ഒരു ഗംഭീര കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് കൂടെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, സ്കൂൾ നാടകങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് മികച്ച നടനായിട്ട് സ്കൂൾ നാടകങ്ങളിൽ തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കഥകളി ഇപ്പോൾ പറഞ്ഞു 15 വർഷം അഭ്യസിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാണ് ഞങ്ങൾക്ക് തരുൺമൂർത്തി എന്നുള്ള നടനെ ഞങ്ങൾ ഇടയ്ക്ക് 1-2 സിനിമകളിൽ കണ്ടു, എന്നാലും ഒരു വലിയ റോളിലൊക്കെ എപ്പോഴായിരിക്കും നമുക്ക് കാണാൻ പറ്റുക? എനിക്ക് അങ്ങനെ ആക്ടിങ്ങിൽ ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ സ്കൂൾ നാടകങ്ങളിലൊക്കെ അഭിനയിച്ച് ചിലപ്പം മികച്ച നടനൊക്കെ ആയിട്ട് വരുമ്പം കിട്ടുന്നൊരു എക്സ്പോഷറും അല്ല അന്ന് കിട്ടിയിരുന്നൊരു മീഡിയ അറ്റൻഷനും ഒക്കെ കൊതി കൊണ്ട് ഒരു ആക്ടർ ആകാൻ കൊതിച്ച ആളാണ് ഞാൻ. പക്ഷെ ഒരു സ്ക്രീൻ ആക്ടിങ്ങിൽ ഞാൻ എത്രത്തോളം നല്ലതാണെന്നുള്ള എന്റെ സെൽഫ് ഇവാലുവേഷനിൽ ഞാൻ വളരെ കുറച്ച് മാർക്ക് ഇടുന്ന ആളാണ്. അപ്പം ഒരു ക്യാരക്ടറായിട്ടൊക്കെ എത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ ഞാൻ നാച്ചുറൽ ആയിരിക്കുമോ, ബിഹേവിയർ ആയിരിക്കുമോ, ഇപ്പൊ സിനിമ അഭിനയിക്കുകയാണെന്ന് നമുക്ക് തോന്നരുത്. സ്കൂൾ നാടകങ്ങൾക്ക് പറയുമ്പോൾ നമ്മൾ അഭിനയിക്കുകയാണെന്ന് നമുക്ക് തോന്നും, മറ്റുള്ളവർക്ക് നമ്മൾ തോന്നിപ്പിക്കണം. അപ്പം നമ്മളുടെ മീറ്ററുകളും ഒക്കെ കുറച്ച് കൂടിയ മീറ്ററിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ കഥകളി ആണെങ്കിൽ പോലും അതിന്റെ മീറ്ററുകൾ കൂടുതലാണ്. അപ്പം പക്ഷെ എന്റെ മീറ്റർ എനിക്ക് ഒരിക്കലും സ്ക്രീനിൽ കാണുമ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആക്ടിങ്ങിൽ ഞാൻ വരുമോ എന്നുള്ള കാര്യമൊക്കെ സംശയമാണ്. അങ്ങനെ ഒരു ആക്ടർ എന്നുള്ളൊരു മോഹം ഇപ്പൊ എന്തായാലും ഉള്ളിലില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് അത് ശരിയായില്ലെന്നല്ലേ തോന്നുള്ളൂ. അതൊരു മനുഷ്യന്റെ എന്താ പറയുക, ഒരു സ്വഭാവത്തിന്റെ ഭാഗമല്ലേ. ഇനിയും നന്നാക്കാൻ നല്ല സ്വഭാവമാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോ എനിക്ക് പറയാനുള്ളത്, എന്നെ കൃത്യമായിട്ട് ഞാൻ മറ്റുള്ള ആക്ടേഴ്സിനെ വർക്ക് ചെയ്യിച്ചെടുക്കുന്ന പോലെ എന്നിലൊരു ആക്ടർ ഉണ്ടെന്നും അയാളെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ പറ്റുമെന്നും മനസ്സിലാക്കി ഒരു സംവിധായകൻ തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ സമ്മതിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അതിനൊപ്പം നിൽക്കുമായിരിക്കും. ബിനുചേട്ടനെ നമ്മൾ മലയാളികൾ ശക്തമായി നമ്മൾ പിന്താങ്ങി നമ്മൾ ആ ഒരു റോള് അല്ലെ, ബിനുചേട്ടൻ ഡയറക്ട് ചെയ്യുന്ന പടത്തിൽ തരുൺ ചേട്ടന്റെ ഒരു പെർഫോമൻസ്. എനിക്കറിയില്ല, ഞങ്ങളുടെ ഇടയിലൊന്നും അങ്ങനത്തെ ടോക്കുകൾ, അഭിനയിക്കുന്നതിനെ പറ്റിയുള്ള ടോക്കുകളൊന്നും ഇതുവരെയും വന്നിട്ടില്ല. എന്റെ ഇടയ്ക്കയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടൊക്കെ പലരും വിളിക്കുമ്പോൾ പോലും ബിനു പറയുന്നത്, അവൻ നല്ലൊരു ജോലി അവിടെ വളരെ കൃത്യമായിട്ട് വെടുപ്പായിട്ട് മലയാള സിനിമയിൽ ചെയ്യുന്നുണ്ട്, ഇനി അവനെ ഇന്ന് വിളിച്ചോണ്ട് പോയി അവന്റെ സംവിധാനത്തിന്റെ സമയം കളഞ്ഞ് അവനെ ഒരു മുഴുവൻകാല നടനാക്കി മാറ്റി അഭിനയിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്കും കുറച്ചും കൂടി സാമ്പത്തികമായിട്ട് നമ്മൾ കുറച്ചും കൂടി ഈസി ആയിട്ട് മണി മേക്കിംഗ് ആണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടൈം നമ്മൾ പോകുന്നത് അറിയുന്നില്ല. അപ്പൊ അവൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവൻ സിനിമ ഉണ്ടാക്കുന്നത് കുറയും എന്നുള്ള പക്ഷക്കാരനാണ്. ഇവിടെ ഞങ്ങൾക്ക് ഒരു ടെക്നീഷ്യനെയാണ് മിസ്സാവണത്, അത് നിങ്ങൾ മറക്കരുത് അല്ലേ, ആ മൂഡ്. ഓ, അപ്പൊ എന്തായാലും അടിപൊളി. അപ്പോ നിങ്ങളെ സുഹൃത്തുക്കളുടെ ആ ഒരു സ്നേഹം അങ്ങനെ തന്നെ പോട്ടെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ശരിയായില്ലെങ്കിൽ ശരിയായില്ലടാവേ എന്ന് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യവും, അല്ലെങ്കിൽ കലക്കിയെങ്കിൽ ആ മുതുകത്തെ പാറ്റ് തരാനായിട്ടുള്ള സ്നേഹവും ഒക്കെ അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നമ്മളടുത്ത പാട്ടിലേക്ക് പോകുന്നു. പാട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും തുടരും സിനിമയിലേക്ക് എത്താൻ പോകുന്നത്. കാരണം നമ്മൾ സൗദി വെള്ളയ്ക്ക സിനിമയുടെ തുടക്കം ഒരു പേപ്പർ കട്ടിങ്ങിൽ നിന്നാണെന്നും, അല്ലെങ്കിൽ അതേപോലെ തന്നെ പ്രേമം സിനിമയുടെ തുടക്കം സമീർക്കടുത്ത് ഒരു ദിവസം അവിടെ കഥ പറയാൻ ചെന്നപ്പോൾ പിന്നീട് നടന്നൊരു ഇൻസിഡന്റിൽ നിന്നുമാണ് അൻവർ കെയിലേക്ക് എത്തുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കഥകളൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. പക്ഷേ തുടരും സിനിമയെക്കുറിച്ച് എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് വരുന്നു, അതിനുവേണ്ടി കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK Hotspot.
എൻ്റെ കൂടെ നാഷണൽ അവാർഡ് വിന്നർ ഡയറക്ടർ തരുൺ മൂർത്തിയാണുള്ളത്. ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ തരുൺ ചേട്ടാ, ഇനിയിപ്പോഴേ നമ്മൾ ഇപ്പോൾ 2 സിനിമകളും ഇപ്പോൾ സൗദി വെള്ളക്ക് എടുത്തിട്ടുണ്ടെങ്കിലും ഓപ്പറേഷൻ ജാവ എടുത്തിട്ടുണ്ടെങ്കിലും റിയൽ ലൈഫ് കണക്റ്റ് ഉള്ള സിനിമയാണ്, അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ് ആ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് തുടരും സിനിമയും റിയൽ ലൈഫ് കണക്റ്റും എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വെളിപ്പെടുത്താൻ പറ്റുമോ? അല്ല, തുടരും സിനിമയും നമ്മുടെ സാധാരണക്കാരന്റെ ലൈഫിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ തുടരും സിനിമയിൽ. അതിന് മേളിലായിട്ടൊന്നുമില്ല. തുടരും സിനിമ പറയുന്നതും ഒരു സാധാരണക്കാരന്റെ ജീവിതവും അയാളുടെ ലൈഫിൽ സംഭവിക്കുന്ന കഥാഗതികളുമാണ് തുടരും സംസാരിക്കുന്നത്. ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ റിയൽ ലൈഫ് ഇൻസിഡന്റുകളൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ സംഭവിക്കും. സംഭവിക്കാൻ വളരെയധികം സാധ്യതയുള്ള സിനിമ, അല്ലെങ്കിൽ സംഭവിച്ച നമ്മൾ കേട്ട് കേൾവിയിലുള്ള സംഭവിച്ച കാര്യങ്ങളുടെയൊക്കെ ഒരു മിക്സ് ഒക്കെ നമ്മൾ ഈ കഥാപാത്രങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ എ റിയൽ ഇൻസിഡന്റ് എന്ന് പറഞ്ഞ ടാഗ് ലൈൻ ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ ഒരുപാട് ലൈഫുള്ള, ഒരുപാട് റിയൽ ആയിട്ടുള്ള മനുഷ്യരുള്ള ഒരു സിനിമ തന്നെയാണ് തുടരും. സൂപ്പർ. അപ്പൊ എന്തായാലും അങ്ങനെ ഒരുപാട് പേരുടെ ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുള്ള, സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമയുടെ കോ റൈറ്ററിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. പക്ഷെ പാട്ടായിട്ടാണ് KR സുനിൽ എന്നുള്ള ആ ഒരു ഫോട്ടോഗ്രാഫറിനെ കുറിച്ചും KR സുനിൽ എന്നുള്ള എഴുത്തുകാരനെ കുറിച്ചും ഒക്കെ നമുക്ക് തരുൺ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാനുണ്ട്. അതിനുവേണ്ടി കേട്ടുകൊണ്ടിരിക്കുക. എൻ്റെ കൂടെ ഇന്ന് SK ഹോട്ട്സ്പോട്ടിലുള്ളത് തരുൺ മൂർത്തി, സംവിധായകൻ, സിനിമാ രചയിതാവ് ഒക്കെയാണ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക കാതോരം, കരുതലായി കാലത്തിനൊപ്പം. എന്റെ കൂടെ ഇന്ന് ഈസ്റ്റർ സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ടിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്, കഥ തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുടെ പേര് തരുൺ മൂർത്തി എന്നാണ്. ചേട്ടാ, അപ്പോൾ നമ്മൾ ഈ സിനിമ റിയൽ ലൈഫ് കണക്റ്റ് ഉണ്ടോ എന്നുള്ള ആ വിഷയത്തിന്മേലാണ് നമ്മൾ സംസാരം ഒതുക്കി നിർത്തിയത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് KR സുനിൽ എന്നുള്ള ആ ഒരു എഴുത്തുകാരനെ കുറിച്ചാണ്, ആ ഒരു ഫോട്ടോഗ്രാഫറിനെ കുറിച്ചാണ്. ഷൂട്ടിങ്ങിനുടനീളം നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി ആദ്യമായിട്ടാണ് ഒരു കോ റൈറ്ററായിട്ട് ഒരു സിനിമ എഴുതുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ആ ഒരു എഴുത്തുകാരനിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് ഈ സിനിമ അദ്ദേഹത്തിലേക്ക് എത്തിച്ചത്? തുടരും ഓൾറെഡി ലാലേട്ടൻ്റെ അടുക്കൽ ആദ്യം സംസാരിക്കുന്നത് സുനിലാണ്. അപ്പൊ അദ്ദേഹം ഒരു ഗംഭീര ഫോട്ടോഗ്രാഫറാണ്, ഭയങ്കര ലൈഫ് ക്യാപ്ചർ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനാണ്, നല്ലൊരു ഒരുപാട് ജീവിതങ്ങളെ അറിഞ്ഞിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പം സുനിലൊരു ഗംഭീര കക്ഷിയാണ്. അപ്പൊ സുനിലാണ് ലാലേട്ടൻ്റെ അടുക്കൽ ആദ്യമേ ഈ സിനിമയുടെ കഥ പറയുന്നത്. അപ്പൊ അത് ഗംഭീരമായിട്ട് സുനിൽ പറയുകയും ലാലേട്ടനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആവുകയും ചെയ്തു. പിന്നീട് സുനിൽ അതൊരു പ്രോപ്പർ സിനിമ എഴുത്തുകാരനല്ലാത്തത് കൊണ്ടും സുനിലിന്റെ കഥ നല്ലതായിരുന്നു. പക്ഷെ അതിന്റെ സിനിമാറ്റിക്കലി ഉള്ള കണക്ഷൻസും ഒരു സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിലേക്ക് സുനിലിന് എത്താൻ കുറച്ച് കാലതാമസം വന്നു. അതാണ് അന്ന് ആ സിനിമ പറഞ്ഞിട്ടും അതിനൊരു ഡിലേ ഉണ്ടായത്. പിന്നീട് അത് ചെയ്യാനായിട്ട് പല സംവിധായകരും ഒക്കെ വന്നു എങ്കിൽ പോലും അത് സുനിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ തിരക്കഥയിലേക്ക് എത്തിക്കാൻ ആ സംവിധായകർക്കൊന്നും പറ്റിയില്ല. അല്ലെങ്കിൽ എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ ചേർച്ചയില്ലായ്മയും ഒക്കെ തോന്നി അതിങ്ങനെ പതിയെ അകന്നു പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഈ ബാറ്റൺ എന്റെ കയ്യിലോട്ട് കിട്ടുന്നത്. അപ്പോൾ അത് 2023 എന്നെ ഏൽപ്പിക്കുന്നത്. അപ്പം ഞാൻ വന്ന് സുനിലിനെ ഈ ഇതിന്റെ ഔട്ട്ലൈൻ പറഞ്ഞതിന് ശേഷം ഞാൻ സുനിലിനെ പോയി കാണുമ്പോൾ സുനിൽ എന്റെ സിനിമകളുടെ ഒരു വലിയ ഫാനാണ്. സൗദി വെള്ളക്കയൊക്കെ ഒരുപാട് വട്ടം കാണുകയും അതിനെപ്പറ്റി ഒരുപാട് റൈറ്റപ്പ് എഴുതിയൊക്കെ ചെയ്ത ഒരാളാണ് സുനിൽ. അങ്ങനെ ഒരാള് സിനിമ തന്റെ കഥ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് സിനിമ 100% ഓക്കെ ആയിട്ടുള്ള കാര്യമായിരുന്നു. അപ്പൊ പിന്നെ അപ്പൊ ഈ സിനിമ എങ്ങനെ നമുക്ക് എഴുതി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതിനെ സുനിൽ ഓൾറെഡി എഴുതിയ സ്ക്രീൻ പ്ലേ എനിക്കൊന്ന് വായിക്കാൻ തരാമോ എന്ന് ചോദിച്ചിട്ട് അത് ഇനി തരും വായിക്കണ്ട, ഇതൊരു കഥയുണ്ടല്ലോ, അപ്പൊ ആ കഥ വെച്ചിട്ട് നമുക്ക് ഇനി വർക്ക് ചെയ്യാം. അപ്പം എന്നിട്ട് അതിൽ തരുൺ ഓരോന്ന് വർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഒരുമിച്ച് വായിച്ചിട്ട് നമുക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും ഒരുമിച്ച് പോകാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഒരുമിച്ച് പോകാം. അങ്ങനെയാണ് നമ്മൾ എഴുതാൻ തുടങ്ങി. അപ്പം പിന്നെ ആ പ്രോസസ്സ് ഒരു 5-6 മാസം എടുത്തു. ആ പ്രോസസ്സ് നമ്മൾ എഴുതും, സുനിൽ വായിക്കും, പിന്നെ നമ്മൾ രഞ്ജിത്തേനടുക്കെ ഡിസ്കസ് ചെയ്യും. അപ്പം അഭിപ്രായങ്ങൾ ഉണ്ടാവും, അഭിപ്രായങ്ങൾ വീണ്ടും റീറൈറ്റ് ചെയ്യും. അങ്ങനെ ഒരു കുറേ വട്ടം റീറൈറ്റ് ചെയ്ത് ആണ് നമ്മൾ ലാലേട്ടനടുക്കെ ചെല്ലുന്നത്. ലാലേട്ടനടുക്കെ പറയുമ്പോഴും ലാലേട്ടൻ കേട്ട് എക്സൈറ്റ്മെന്റ് ആയതിനു ശേഷവും ലാലേട്ടൻ 2-3 വളരെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ് പറഞ്ഞു. ആ സജഷനിൽ നിന്ന് വീണ്ടും നമ്മൾ റീവർക്കിലോട്ട് പോയി. അങ്ങനെ വർക്ക് റീവർക്ക് എന്ന് പറയുന്നൊരു സ്ക്രീൻ പ്ലേയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റിലൂടെയാണ് അത് കടന്നുപോയത്. അങ്ങനെ എനിക്ക് ഒരു കോറൈറ്റർ അങ്ങനൊരു കോറൈറ്റർ ഉള്ളത് നല്ലതാണെന്നുള്ള പക്ഷക്കാരാണ്. നമ്മൾ എഴുതിയതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്ന അപ്പുറത്തേക്ക് അവിടെ നമ്മൾ ഒരു സീനിനെ 2 പെർസ്പെക്റ്റീവ്സിൽ ആളുകൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം
നമ്മൾ വീണ്ടും വർക്ക് ചെയ്യണതിന്റെ ഒരു സുഖമുണ്ട്. അപ്പൊ അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു സുനിലിന്റെ കൂടെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ, അതായത് ഇപ്പോൾ KR സുനിലിനെ പോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ, അദ്ദേഹം ഒരു ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളതുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളോട് വിളിച്ചു പറയുന്നതായിട്ടുള്ള പല പല കാര്യങ്ങളും ഉണ്ടാവും, ഒരുപാട് ആസ്പെക്റ്റുകൾ ഉണ്ടാവുമല്ലോ ഇതിൻ്റെ അകത്ത്. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുത്തിലും അത് ഉപകാരപ്പെട്ടിട്ടില്ലേ? ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ഷോട്ട് എഴുതുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഒക്കെ അങ്ങനെയൊക്കെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാവില്ലേ എന്നൊക്കെയാണ് എൻ്റെ. അല്ല സുനിൽ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ഈ പറയുന്ന ഡീറ്റെയിലിംഗ് ഉണ്ടാവും. പുള്ളിയുടെ കാഴ്ചകള്, പുള്ളിയുടെ എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു എഴുത്തിലാണെങ്കിൽ പോലും അല്ല പുള്ളിയുടെ വർത്തമാനത്തിൽ പോലും അതിന്റെ മൂഡ് നമ്മൾ കൃത്യമായിട്ട് പറയും. അപ്പൊ അത് നമുക്ക് എളുപ്പമാണ് ഈ പറയുന്ന അങ്ങനെ സിറ്റുവേഷൻസിലോട്ടൊക്കെ ഓൾ ടീമിനെ കൊണ്ടുവരാൻ ആ രീതിയിലുള്ള ഒരു നറേറ്റീവ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. സോഫാർ എന്താ പറയാ, സുനിലിന്റെ ആ ഒരു ഫോട്ടോഗ്രാഫിയിലുള്ള സ്കില്ല്, സുനിലിന്റെ സീനിനെ കമ്പോസ് ചെയ്യുന്നതിനകത്തും സീനിനെ എഴുതുന്നതിനകത്തും ഒക്കെ സുനിലുണ്ട്. അത് നമ്മൾ ഡയറക്ഷൻ ഒരുപാട് സഹായിക്കാറുണ്ട്. അതാണ് നിങ്ങൾ രണ്ട് ക്രിയേറ്റീവ് തലകൾ ഒന്നിക്കുമ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് കാത്തിരിക്കാനുള്ളത് എന്നറിയാൻ വേണ്ടി ചോദിച്ചാണ്. അപ്പോൾ എന്തായാലും നമ്മളും കാത്തിരിക്കുന്നു തുടരെ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട്. എൻ്റെ കൂടെ ഇന്ന് സംവിധായകൻ തരുൺ മൂർത്തിയാണുള്ളത്. അപ്പോൾ ഒരുപാട് സ്ട്രെസ് ഈ അടുത്തിടയ്ക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് തരുൺ മൂർത്തി. അദ്ദേഹം എങ്ങനെയാണ് സ്ട്രെസ്സ് മാറ്റുന്നത്, അല്ലെങ്കിൽ എന്താണ് സ്ട്രെസ്സിൻ്റെ അവസ്ഥ മുതലായ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പക്ഷേ പാട്ട് കഴിഞ്ഞിട്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ എൻ്റെ കൂടെ ഉള്ളത് സംവിധായകൻ തരുൺ മൂർത്തിയാണ്. തുടരും സിനിമ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ തരുൺ ചേട്ടാ, ഇനിയിപ്പോൾ ചോദിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റർ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്, ഈസ്റ്റർ ആഘോഷം എവിടം വരെ ആയി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈസ്റ്റർ പിന്നെ നമ്മൾ ഈ കോട്ടയം ഭാഗത്തുള്ളവർക്ക് ഈസ്റ്റർ ഒരു മൂഡ് അറിയാലോ, അത് എത്രത്തോളം വലുതാണെന്നുള്ളത് അറിയാം. എപ്പോഴും ഫാമിലിക്കൊപ്പം നിൽക്കുക, അവധിയൊക്കെ വരുമ്പോൾ കുടുംബത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈസ്റ്റർ ആഘോഷത്തിന്റെ ഞങ്ങളൊരു രീതി. പിന്നെ ഈ പറയുന്ന പോലെ എന്താ പറയാ, ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യുന്ന സമയമാണ്. ഇത്തവണ പക്ഷേ ഈസ്റ്റർ നല്ല സിനിമകളില്ല. ഈ പറയുന്ന അതിന് മുമ്പ് വിഷുവിന്റെ സിനിമകളുടെ മുന്നിട്ടുള്ള പൂക്കളും പിന്നെ അതിനുശേഷം വരുന്ന ഞങ്ങളുടെ സിനിമയായിരിക്കും ഒരുപക്ഷെ ഈസ്റ്റർ സിനിമ എന്നുള്ളത്. അപ്പം സിനിമകൾ കാഴ്ച ഭയങ്കരമായിട്ടുണ്ടാവുന്ന ഒരു സമയമാണ്. ഒരു നമുക്ക് എത്രയൊക്കെ പോയാലും കുടുംബത്തിനോടൊപ്പം എന്നുള്ളതാണ്. ഈ പറയുന്ന ഫാമിലി, കുട്ടികൾ, വൈഫ്, അവർക്കൊപ്പം സ്പെൻഡ് ചെയ്യാൻ മാക്സിമം നോക്കാറുണ്ട്. പക്ഷെ ഇത്തവണത്തെ ഈസ്റ്റർ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഈ പറയുന്ന പോലെ നമ്മളുടെ സിനിമയോട് ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ഒരു മൊമെന്റുള്ള ഈസ്റ്റർ ആവും. അപ്പം ആഘോഷത്തിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ വർക്കിന്റെ ഒക്കെ പ്രഷറിലും ടെൻഷനിലൊക്കെ ആകാനാണ് സാധ്യത. എന്തായാലും ഞാൻ തരുൺ ചേട്ടൻ എവിടെയൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട്, തരുൺ ചേട്ടൻ്റെ വൈഫ് നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ഈസ്റ്ററിനും അല്ലെങ്കിൽ ഇന്നത്തെ ദിനത്തിലും ആ ഒരു എന്താ പറയുക ഒരു കുക്കിംഗ് പരിപാടികൾ തന്നെയൊക്കെ ആയിരിക്കും അല്ലെ മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഞാൻ എന്റെ പണിപ്പുരയിലേക്ക് കയറും. കടക്കണം. ഞാൻ ഇത് നേരത്തെ ചോദിച്ച സ്ട്രെസ്സിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഹിറ്റ് സിനിമ സംവിധാനം ചെയ്ത് മലയാളം ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന ഒരാൾ, തൊട്ടടുത്ത സിനിമ ഹിറ്റാണ് പ്ലസ് നാഷണൽ അവാർഡ് വിന്നിംഗ് സിനിമ കൂടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഏറ്റവും കാത്തിരുന്ന സിനിമകളിൽ ഒന്ന് ഡയറക്റ്റ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ വളരെ കാര്യമായിട്ട് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയല്ലേ? അതുപോലെ തന്നെ 25-ാം തീയതി നമ്മുടെ സിനിമ റിലീസ് ചെയ്യാൻ പോകും. എല്ലാ സിനിമയ്ക്കും ഉണ്ട് ഈ സ്ട്രെസ് എന്ന് പറഞ്ഞപ്പം. ലാലേട്ടൻ സിനിമ എന്നുള്ളതല്ല, ഓപ്പറേഷൻ ജാവ ചെയ്യുന്ന സമയത്ത് ഒരു തരം സ്ട്രെസ് ഉണ്ടായിരുന്നു. ആ സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയും പരിചിതമല്ലാത്ത കുറെ ആളുകൾ, ഒരു പുതിയ സംവിധായകൻ, അത് കോവിഡിന്റെ പീക്ക് ടൈം, ആ ടൈമിൽ എങ്ങനെയാണ് ഈ സിനിമ ആളുകൾ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അന്നത്തെ സ്ട്രെസ് മൊത്തം അതായിരുന്നു. പ്രതികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റാർ വാല്യൂ ഇല്ലാത്ത ടോട്ടലി പുതിയതായിട്ടുള്ള ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് അഭിനയിച്ചിട്ടൊരു കുറച്ച് അത്രയും കൊമേഴ്ഷ്യൽ അല്ലാത്ത ഒരു സബ്ജക്റ്റീവായിട്ടുള്ള സിനിമ പറയുമ്പോൾ അത് ആളുകൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. മോഹൻലാൽ അത് ഈ ടൂൾസ് മാറുന്നതേ ഉള്ളൂ. സ്ട്രെസ് എല്ലാ സിനിമയ്ക്കും ഒരുപോലെ തന്നെയാണ്. എന്തായാലും സിനിമ തീർന്ന് സിനിമ ആളുകളെ അക്സെപ്റ്റ് ചെയ്യുന്നവരെയും ആ ഒരു സ്ട്രെസ് ഉണ്ടാവും അല്ലേ? ആ സ്ട്രെസ് ഉണ്ടെങ്കിൽ ഈ സിനിമ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് വലിയ വിജയമാകുമ്പോഴോ അല്ലെങ്കിൽ അത് ആൾക്ക് ഇഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ ഉള്ള ഇമോഷണൽ ചേഞ്ചസിന്
ഒരു ബാലൻസിങ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ സ്ട്രെസ് ഒക്കെ അടിക്കണം. അതെ, നമ്മൾ ഒരുപാട് നമ്മൾ അതിന്റെ പിന്നാലെ നടന്ന് നമ്മൾ ആ ഒരു കയ്യടി കിട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹൈ മൊമെന്റ് അല്ലേ? പണിയെടുത്ത് നേരിടുന്ന കൈയടിയും പണിയെടുക്കാൻ നേരിടുന്ന കൈയടിയും പിന്നെ രണ്ടാണ്. അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പണിയെടുക്കുന്നതിന്റെ സ്ട്രെസ് ആണത്. അതെ, എന്തായാലും കലക്കി. അപ്പൊ എന്തായാലും പാട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോ ചോദിക്കാൻ പോകുന്നത്, അത് ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. അതായത് ഒരു സിനിമാ മോഹിയായിട്ടുള്ള തരുൺ മൂർത്തി മൂന്നാമത്തെ സിനിമ, 4ാം സിനിമ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിനിമകളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. തരുൺ മൂർത്തി എന്നുള്ള എഴുത്തുകാരനെ നമുക്ക് ഇഷ്ടമാണ്, തരുൺ മൂർത്തി എന്നുള്ള സംവിധായകനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, തരുൺ മൂർത്തി എന്നുള്ള ക്രിയേറ്റീവ് തലയെ പരസ്യ സംവിധായകനെ ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ ഒരു സിനിമാ മോഹി എന്നെപ്പോലെയുള്ള മറ്റ് സിനിമാ മോഹികൾക്ക് എന്താണ് ഉപദേശം കൊടുക്കാൻ, ഉപദേശം ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ അങ്ങനെ പറഞ്ഞ ചേട്ടന് ഇഷ്ടപ്പെടില്ല, എന്താണ് ഞങ്ങളോടൊക്കെ പറയാനുള്ളത് എന്നാണ് ഇനിയിപ്പോൾ ചോദിക്കാനുള്ളത്. പക്ഷേ അത് വരുന്നു, പാട്ട് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഉത്തരം വരാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM. എൻ്റെ കൂടെയുള്ളത് സംവിധായകൻ തരുൺ മൂർത്തിയാണ്. കാതോരം, കരുതലായി, കാലത്തിനൊപ്പം. എന്റെ കൂടെ ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ ദേ ഇരിക്കുന്നത് മറ്റാരുമല്ല, ഒരു ഫിൽറ്ററുകളും ഇല്ലാതെ സത്യസന്ധമായിട്ട് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. തരുൺ മൂർത്തി എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ചുമ്മാ തരുൺ മൂർത്തി എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസും അദ്ദേഹം പണ്ട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, ഷോർട്സും ഒക്കെ വമ്പൻ വൈറലാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. അപ്പോഴാണ് നമുക്ക് നേരിട്ട് അദ്ദേഹത്തെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തരുൺ ചേട്ടൻ, ഇനിയിപ്പോൾ എന്നെപ്പോലുള്ള സിനിമാ മോഹികളോട് ഒരു പരസ്യ സംവിധായകനായി, ഒരു സിനിമാ സംവിധായകനായി, ഹിറ്റടിച്ച് നാഷണൽ അവാർഡ് നേടി, അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമാ മോഹിക്ക് എന്താണ് ഞങ്ങളോടൊക്കെ പറയാനുള്ളത്? പറയ്, കേൾക്കട്ടെ. ഇല്ല, നമ്മുടെ വിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ബ്രോ. നമ്മൾ എന്താണ് നേടേണ്ടത്, എന്താണ് എത്തേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഭയങ്കര വിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആ പ്രോസസ്സും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ പ്രോസസ്സിന് മേലുള്ള ഇപ്പം ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ആ ചിന്തയെ നമ്മൾ അത്രമേൽ വിശ്വസിച്ചേ പറ്റുള്ളൂ. ചിന്തയ്ക്കൊപ്പം അതെ, ആ സമയം എത്ര സമയം എടുത്താലും അതിനു വേണ്ടി പണിയെടുത്തുകൊണ്ടേയിരിക്കുക. ആ പ്രോസസ്സ്, ആ യാത്ര, അത് അത്രയേറെ ഹാർഡായിരിക്കും. നമുക്ക് റിസൾട്ടുകളൊന്നും കിട്ടില്ലായിരിക്കും. പക്ഷെ ചിലത് നമ്മൾ പാളിപ്പോവുമായിരിക്കും, ചിലത്. പക്ഷെ നമ്മളുടെ ആ വിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിഷനിന് മാറ്റങ്ങൾ വരുന്നതാണ് സ്ഥലത്ത് എത്തിപ്പെടാണ്ട് പോകുന്നത്. ചില വഴിക്ക് എത്തുമ്പോഴത്തേക്ക് അവരുടെ ഇൻട്രസ്റ്റുകൾ പിന്നെ എഴുത്തിലോട്ടാകും, അഭിനയത്തിലോട്ടാകും, പിന്നെ അസിസ്റ്റന്റ് ആണ്. ഞാൻ ഒരു സമയത്ത് 2017 ഞാൻ തീരുമാനിച്ചു, ഐ ആം ഗോയിങ് ടു ഡയറക്ട് എ മൂവി. ഞാൻ എന്റെ പേര് സംവിധായകന്റെ ടാഗ്ലൈനിന്റെ അടിയിൽ തരുൺ മൂർത്തി എന്ന് ഞാൻ എന്റെ 30ാമത്തെ വയസ്സിന് മുമ്പായിട്ട് ഞാൻ കാണിച്ചിരിക്കും. ഞാൻ ഒരു നിർബന്ധത്തിലാണ് മുന്നോട്ട് പോയത്. അപ്പൊ അത് പോയപ്പോ പിന്നെ അത് എഴുതണം. അപ്പം അത് വേറൊരാളെ വിശ്വസിച്ച് എഴുതിപ്പിക്കണേക്കാളും നല്ലത് നീ തന്നെ പണിയെടുക്കുന്നതാണ്. ഞാൻ തന്നെ പണിയെടുത്ത് ഞാൻ പ്രൊഡ്യൂസറെ കണ്ട് ഞാൻ അതിന്റെ ടീമിനെ ഉണ്ടാക്കി, ആർട്ടിസ്റ്റുകളെ ഉണ്ടാക്കി, ഞാൻ എന്റെ പ്രോസസ്സ് ഞാൻ വളരെയേറെ എൻജോയ് ചെയ്തു. സോ ക്ലാരിറ്റി ഇൻ മൈ വിഷൻ ആൻഡ് ക്ലാരിറ്റി ഇൻ മൈ പ്രോസസ് എനിക്ക് റിസൾട്ട് വന്നു. അപ്പൊ അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നിങ്ങൾക്ക് ആ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ എല്ലാം കയ്യിലുള്ളിൽ വരും. പക്ഷെ വന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ആ എടുക്കുന്ന എഫേർട്ട് വേറൊരു രീതിയിൽ നിങ്ങളെ എപ്പോഴെങ്കിലും ഹെൽപ്പ് ചെയ്യും, ഗുണം ചെയ്യും. അടിപൊളി. അതെന്ന് ഞാൻ അഭിനയിക്കാൻ തന്ന സമയത്ത് ഞാൻ എടുത്ത കുറെ എഫേർട്ടുകൾ ഇപ്പൊ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നവരുടെ മുന്നിൽ അഭിനയം പറഞ്ഞു കൊടുക്കുമ്പോൾ എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ സമയത്ത് ഞാൻ എടുത്ത എഫേർട്ടുകളൊന്നും ദൈവം കണ്ടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഡിപ്രഷനിലേക്കും അല്ലെങ്കിൽ നിരാശയിലും ഒക്കെ പോയി ലൈഫേ ഫെയിലിയർ എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങൾ വളരെ ജെന്യുവൻ ആയിട്ടൊരു എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ എഫേർട്ടുകൾ ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ എടുക്കുന്ന എഫേർട്ട് വളരെ ജെന്യുവൻ ആയിരിക്കണം. സൂപ്പർ. ഞാൻ നേരത്തെ ഒരു താങ്ക് യു പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നിനുമല്ല. ഇതിപ്പോ സിനിമാ മോഹികളെയും സിനിമാ പ്രവർത്തകരെയും മാത്രമല്ല ഇത് മോട്ടിവേറ്റ് ചെയ്യുന്നത്, ഏതൊരു ജോലി എടുക്കുന്ന ആളെയും ഇത് മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു ഉത്തരമാക്കി മാറ്റി. നമ്മൾ ചോദിച്ചത് സിനിമാ മോഹികൾക്ക് വേണ്ടി മാത്രമാണെങ്കിലും പക്ഷേ എന്ത് പണിയെടുക്കുന്നവനെയും എന്താ പറയുക, ആ പണിയിൽ അങ്ങോട്ട് എന്താ പറയുക, സൂപ്പറാക്കുക, അല്ലെങ്കിൽ അതിലങ്ങോട്ട് മുന്നോട്ട് പോവുക, ബാക്കിയുള്ള റിസൾട്ടുകളെല്ലാം വിഷൻ തെറ്റാണ്ട് മുന്നോട്ട് പോവുക എന്നൊക്കെ ഉള്ള കുറേ ഉറപ്പുകൾ കൊടുക്കുന്നിടത്താണല്ലോ മനുഷ്യൻ. ചില സമയത്ത് നമ്മളെല്ലാവരും പറയില്ല ഒരു പ്രോത്സാഹനമൊക്കെ വേണം എന്ന് പറയില്ല, ആ ഒരു പ്രോത്സാഹനമാണ് ഇപ്പോൾ നാഷണൽ അവാർഡ് വിന്നർ ഡയറക്ടർ നൽകിയത്. അപ്പോൾ താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. ഇനിയിപ്പോൾ പാട്ട് കഴിഞ്ഞ് വരുമ്പോൾ തരുൺ മൂർത്തിക്ക് ഏറെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വാക്ക് HOPE, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM. കാതോരം, കരുതലായി, കാലത്തിനൊപ്പം.
ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ എൻ്റെ കൂടെയുള്ളത് സംവിധായകൻ തരുൺ മൂർത്തിയാണ്. ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ടതാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വാക്കെന്നുള്ളത്. കുഴപ്പമില്ലല്ലോ അല്ലേ? HOP ഹോപ്പ്. അപ്പോൾ എന്താണ് ഈ ഒരു വാക്കിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്? ഹോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കുവേ പെട്ടെന്ന് മനസ്സിലേക്ക് ഞാൻ എല്ലായിടത്തും എന്ത് സംസാരത്തിലാണെങ്കിൽ പോലും തരുൺ ചേട്ടൻ എപ്പോഴും പ്രതീക്ഷ എന്നുള്ള അല്ലെങ്കിൽ ഹോപ്പ് എന്നുള്ളൊരു കാര്യത്തെ ആ വാക്കിനെ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഹോപ്പ് എന്ന് കേൾക്കുമ്പോൾ ചില ആളെയാണ് ലൈഫിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എല്ലാവരിലും വേണ്ട ഒരു കാര്യമാണ് ഹോപ്പ്, പ്രതീക്ഷ. നമുക്കൊരു പ്രതീക്ഷ ഉണ്ടെങ്കിലേ നമുക്ക് ആരുടെയെങ്കിലൊക്കെ പ്രതീക്ഷയാകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും ഹോപ്പിൽ വിശ്വസിക്കുന്ന ആളാണ്. എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഹോപ്പ് അല്ലെങ്കിൽ ചില എയിംസ്, ചില അതാണല്ലോ നമ്മളിപ്പം ഓപ്പറേഷൻ ജാവ എന്ന് പറയുന്ന സിനിമ എടുക്കുന്നതിന് മുന്നേ എന്റെ ഹോപ്പ് അല്ലെങ്കിൽ എന്റെ ഹോപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് മലയാള സിനിമയിൽ സിനിമ ചെയ്യാൻ പറ്റുമായിരിക്കും. എന്റെ പേര് ഡയറക്ടർ കാർഡിൽ കാണിക്കണം എന്ന് പറയുന്ന 2017 തുടങ്ങിയ ഒരു ഹോപ്പാണ് 2021 ഒരു ഫെബ്രുവരി 12 തരുൺമൂർത്തി ഡയറക്ടറായി തരുൺമൂർത്തി എന്ന് എഴുതി കാണിക്കപ്പെട്ടു. അപ്പം എന്റെ ഒരു ഹോപ്പ് അവിടെ കഴിഞ്ഞു. ഓക്കെ, എന്റെ ഒരു ഡ്രീം അവിടെ കഴിഞ്ഞു. ദെൻ എന്താണ് വാട്ട് നെക്സ്റ്റ്? അപ്പം എന്റെ മനസ്സിലുള്ള ഒരു ക്രാഫ്റ്റ് മാൻ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്ന നിലയിൽ എന്റെ സിനിമകൾ ഇന്റർനാഷണലി സംസാരിക്കപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമ എനിക്ക് ചെയ്യണം എന്ന് പറയുന്ന എന്റെ ഒരു ഹോപ്പാണ് എന്നെ സൗദികളൊക്കെ ചെയ്തത്. റാദർ ദാൻ കൊമേഴ്ഷ്യൽ സക്സസ്, റാദർ ദാൻ ബോക്സ് ഓഫീസ് സക്സസ്, സിനിമ എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ മനുഷ്യർക്കുള്ളിൽ സംസാരിക്കപ്പെടേണ്ട അല്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും സിനിമകൾ ചർച്ച ചെയ്യപ്പെടുമല്ലോ. അതാണല്ലോ ആർട്ടിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബ്യൂട്ടി ഉള്ള ഒരു ആർട്ട് ഉണ്ടാക്കുക എന്നുള്ള എന്റെ ഹോപ്പായിരുന്നു എന്റെ സൗദികളൊക്കെ. ഇപ്പം അതിനുശേഷം ഞാൻ പറഞ്ഞു, അതിനുശേഷം എന്റെ ഹോപ്പ് എന്ന് പറയുന്നത് മലയാളത്തിലെ താരമൂല്യമുള്ള ഒരു നടനൊപ്പം എന്റെ ഡയറക്ടോറിയൽ സ്കിൽസ് പ്രസന്റ് ചെയ്യാൻ പറ്റുക. ആ ഹോപ്പാണ് ഇപ്പൊ എന്നെ തുടരുമിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഞാൻ പറയുന്നത് ഒരു 10 വർഷം കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, 15 വർഷം കഴിഞ്ഞ് ഞാൻ എന്തായിരിക്കും എന്ന് പറയുന്ന രീതിയിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതി എനിക്കില്ല. കാരണം അത് അങ്ങനെ അത്രയേറെ നോളജും എനിക്കില്ല. എനിക്കൊരു അടുത്ത ഒരു വർഷത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്യും എന്നുള്ളൊരു ഹോപ്പ് എനിക്കുണ്ട്. അടുത്ത നെക്സ്റ്റ് ഇയറിൽ ഇപ്പം ആസ് എ ഹസ്ബൻഡ് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ആസ് എ ഫാദർ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ആസ് എ സൺ എന്താണ് ചെയ്യേണ്ടത്, ആസ് എ ഹ്യൂമൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ആസ് എ ഫിലിം മേക്കർ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആസ് എ ഫ്രണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു ക്ലാരിറ്റി ഫോർ ദ നെക്സ്റ്റ് ഇയർ വരെയും എനിക്കുണ്ട്. അപ്പം അത് ചില എന്താ പറയാ, അത് നമ്മൾ കൊടുക്കുന്ന ചില ഉറപ്പുകളാണ്. എന്നെ സംബന്ധിച്ച് ഹോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്ന ചില ഉറപ്പുകളെയാണ് ഞാൻ ഹോപ്പ് വിശേഷിപ്പിക്കുന്നത്. അത് ചേർത്ത് വെച്ചിങ്ങനെ മുന്നോട്ട് പോകുന്നു. എന്താ പറഞ്ഞാൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ദൂരം നമുക്ക് കാണാം, ബാക്കിയുള്ള ദിശ തെളിഞ്ഞു വരും അല്ലേ? അടിപൊളി. അപ്പൊ എന്തായാലും നമ്മൾ ഇനിയിപ്പോ പാട്ട് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ പോകുന്നത് തരുൺ മൂർത്തി എന്നുള്ള റൈറ്ററിനെ കുറിച്ചാണ്. പ്ലസ് നമുക്ക് ആ പുതിയ സിനിമയെ കുറിച്ചും ഇപ്പോൾ അനൗൺസ് ചെയ്തു. ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ബിനു പപ്പു എഴുതുന്ന ഒരു സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചില അപ്ഡേറ്റുകളെ കുറിച്ചൊക്കെ നമുക്ക് വന്നം. അപ്പോൾ അതൊക്കെ കേൾക്കാൻ പോകുന്ന പാട്ട് കഴിഞ്ഞിട്ടാണ്. കേട്ടുകൊണ്ടിരിക്കുക സർഗ ക്ഷേത്ര 89.6 FM. എൻ്റെ കൂടെയുള്ളത് നാഷണൽ അവാർഡ് വിന്നർ, ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ ആയ തരുൺ മൂർത്തിയാണ്. കാതോരം കരുതലായി കാലത്തിനൊപ്പം. എൻ്റെ കൂടെ ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക, തുടരും സിനിമകളുടെ ഒക്കെ സംവിധായകനായിട്ടുള്ള തരുൺ മൂർത്തിയാണ് ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ SK ഹോട്ട്സ്പോട്ടിൽ ജോയിൻ ചെയ്യുന്നത്. തരുൺ ചേട്ടൻ, ഇനിയിപ്പോൾ നമുക്ക് ഒരു റൈറ്റർ എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ ചോദിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് സിനിമ റിലേറ്റബിൾ ആകാൻ വേണ്ടിയിട്ട് ആസ് എ റൈറ്റർ നമ്മൾ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സിനിമ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്ന ചില പ്രദേശങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അല്ലെങ്കിൽ ചില ഡയലോഗ്സിൽ നമ്മൾ ഉൾപ്പെടുന്ന ചില ഡയലോഗ്സ് നമ്മൾ ഉൾപ്പെടുന്ന ചില കാര്യങ്ങളുണ്ടോ? ഇതൊക്കെ എനിക്കറിയാം. അതായത് സിനിമ മറ്റൊരു മനുഷ്യനും റിലേറ്റബിൾ ആവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആസ് എ റൈറ്റർ എടുക്കുന്ന എഫേർട്ടുകൾ, അതാണ് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുള്ളത്. എഴുത്തിൽ ജോഗ്രഫി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിനിമ സംസാരിക്കുന്ന സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൗദി വെള്ളയ്ക്ക എന്ന സിനിമയിൽ സൗദി എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു പ്രദേശത്തിന്റെ ജോഗ്രഫി വെച്ചിട്ടാണ്. അത് വളരെ ഇടുങ്ങിയ വഴികൾ, അപ്പുറത്ത് വീടുകളുള്ള ഒരു വീട്ടിലെ സംസാരങ്ങൾ അടുത്ത വീട്ടിൽ കേൾക്കുന്ന തരത്തിലുള്ള ഒരു തീർത്തും സ്വകാര്യതകളില്ലാത്ത താമസ സ്ഥലം എന്നുള്ളതായിരുന്നു സൗദിയുടെ എന്റെ ഡിസ്ക്രിപ്ഷൻ. അപ്പം ആ സ്ഥലം വളരെ ഇമ്പോർട്ടന്റ് ആണ് സൗദി വെള്ളയ്ക്ക. അവിടെ അപ്പുറത്തെ വീട്ടിൽ നിന്നൊരു വെള്ളയ്ക്ക വന്നാൽ ഇപ്പുറത്തെ വീട്ടിൽ നിൽക്കുന്ന ആളുടെ ദേഹത്ത് കൊള്ളും, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ പ്രശ്നങ്ങൾ ഇപ്പുറത്തെ വീട്ടിലെ ആളുകൾക്ക് കേൾക്കാൻ പറ്റും എന്നൊക്കെ പറയുന്ന ഒരു ജോഗ്രഫി വേണമായിരുന്നു.
അതുകൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞ ജോഗ്രഫി ഫിലിമിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം റാന്നി എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മൾ ഈ പറയുന്ന തുടരുമിൽ നമ്മൾ. അപ്പം എത്രത്തോളം ലോക്കലായിട്ടാണോ നമ്മളൊരു സ്ഥലത്തെ പ്രസന്റ് ചെയ്യുന്നത് അത്രത്തോളം സിനിമ ഇന്റർനാഷണൽ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. അത്ര റൂട്ടഡ് ആയിരിക്കണം സിനിമ. പറയുന്ന കഥാപാത്രങ്ങൾക്കും അവർക്ക് ഫീൽ ചെയ്യണം, ബിലീവ് ചെയ്യപ്പെടണം ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത്. ഇതൊന്നും ചെയ്തില്ലെങ്കിലും സിനിമകൾ ഉണ്ടാക്കണം. ഞാനിത് എന്റെ പെർസ്പെക്റ്റീവ്സ് ആണ് പറയുന്നത്. അപ്പൊ ഞാനത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്തിൽ ജോഗ്രഫി എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഈ തുടരുമിലും ഒരു മലയോര പ്രദേശം എന്ന് പറയുന്ന ഒരു റാന്നി പോലത്തെ ഒരു സ്ഥലം നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ സിനിമയ്ക്ക് ഈ പറയുന്ന ഒരു തണുപ്പ്, ഒരു കാറ്റ്, മഴ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. റാന്നി പോലത്തെ സ്ഥലവും മഴയും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്ലേസിലാണ് കൊണ്ടുവന്ന് ആസ് എ റൈറ്റർ എന്നുള്ള രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കും. പിന്നെ ഡയലോഗുകളിലും ഈ പറയുന്ന ഈ പറയുന്ന പെട്ടെന്ന് പ്രേക്ഷകനെ കണക്ട് ചെയ്യുന്ന ഈ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില ഭാഷകള്, ചില വാക്കുകള്, സാഹിത്യങ്ങൾ കുറച്ച് വളരെ കൊളോക്കിയലായിട്ടുള്ള സംസാര ശൈലികളൊക്കെ എഴുത്തിൽ കൊണ്ടുവരാൻ നോക്കാറുണ്ട്. അത് അങ്ങനത്തെ ഡയലോഗുകൾ വരുമ്പോഴാണ് സിനിമ പെട്ടെന്ന് ആളുകൾക്ക് ഒരു നെക്സ്റ്റ് ഡോർ ഇമേജ് ഉണ്ടാക്കുന്നത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മൾ സൗദി വെള്ളക്കയില്, അതായത് പലയിടങ്ങളിലും നമ്മൾ ബാഡ് വേർഡ്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ മോശം നമ്മൾ ഉപയോഗിക്കാത്ത വാക്കുകളെന്ന് പറയുന്ന പലതും ബീപ്പ് ചെയ്തപ്പോഴേക്കും ഒരിടത്ത് മാത്രം വളരെ എവിഡന്റ് ആയിട്ട് ആ വാക്ക് കേൾപ്പിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു ആസ് എ ഡയറക്ടർ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ ജാവ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ അകത്തും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതെന്നല്ല ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ തരുൺ മൂർത്തി സിനിമകളെ കുറിച്ച് ഇങ്ങനെ നോക്കിയപ്പോഴും എനിക്ക് കിട്ടിയൊരു അല്ലെങ്കിൽ എൻ്റെ സിനിമ ഞാൻ വീണ്ടും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലേക്ക് വന്നതാണ്. ഇപ്പോൾ ആ ഒരു ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് പോലെയുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ എന്താ പറയുക, അതിങ്ങനെ അതവിടെ കിടക്കട്ടെ, അതവിടെ വേണ്ടതാണെന്ന് പറഞ്ഞ് നിക്ഷേപിച്ച സാധനങ്ങളാണോ ആ സിനിമയ്ക്ക് അത് വേണം എന്നുള്ളത്? സൊസൈറ്റിയുടെ ഇന്റർപ്രിട്ടേഷൻ ആണ് സിനിമ എന്ന് പറയുന്നത്. സൊസൈറ്റിയിൽ നിന്ന് ഞാൻ കാണുന്ന കാഴ്ചകളിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ സിനിമയായിട്ട് പ്രസന്റ് ചെയ്യാം. ഞാൻ സൊസൈറ്റിയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പുണ്യാള എന്നുള്ള വിളിയേക്കാളും ഞാൻ കൂടുതലും കേൾക്കാറുള്ളത് ഇതിനേക്കാൾ പെട്ടെന്ന് കണക്ട് ആകപ്പെടുന്നത് ഇങ്ങനത്തെ ചില വാക്കുകളൊക്കെ ആയിരിക്കും. അപ്പൊ അത് അല്ലയോ സുഹൃത്തെ എന്നെ ഒന്നും ആരും എന്നെ വിളിക്കാറില്ല. എടാ ഭാഷ എന്നൊക്കെ വിളിച്ചിട്ടായിരിക്കും കണക്ഷൻ ഉണ്ടാകാറുള്ളത്. അപ്പം അത് പെട്ടെന്ന് കണക്ട് ആകപ്പെടുന്ന ഒരു സൊസൈറ്റിയുടെ ഇന്റർപ്രിട്ടേഷണൽ രീതിയിലാണ് അങ്ങനത്തെ വാക്കുകളൊക്കെ സിനിമയിൽ യൂസ് ചെയ്യാനുള്ള അധികാരം ഞാൻ എടുക്കുന്നത്. അത് സൗദി വെള്ളക്കയെ സംബന്ധിച്ചുള്ള ആ വാക്കിന് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ആ വാക്കാണ് ഒരാളുടെ താളം തെറ്റിച്ച് കളയും. പിന്നീട് അദ്ദേഹം ആ സിനിമയിൽ നിന്ന് മറയുകയാണ്, മാഞ്ഞു പോകുന്നതിന് കാരണം തന്നെ ആ വാക്കാണ്. അത് അങ്ങനെയുള്ള വാക്കുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവന് അരോചകം തോന്നിക്കാത്ത രീതിയിൽ, അവന്റെ കാഴ്ചയെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ, അവിടെ അവന്റെ കൂടെ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളാണെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടു കൂടിയൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യാറ്. തുടരുവിലും അങ്ങനെയുള്ള വാക്കുകളൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. എന്നാൽ പോലും വളരെ റോയായിട്ടും റിയലായിട്ടും കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞ ചില വാക്കുകൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആ ഒരു കഥാപാത്രത്തിന്റെ മൂഡ് തന്നെ നശിപ്പിക്കുന്ന, കഥാപാത്രത്തെ തന്നെ ഇല്ലാണ്ടാക്കുന്ന ആ പെർട്ടിക്കുലർ വാക്കെന്ന് പറഞ്ഞ പോലെ ചില വാക്കുകൾ ചില സിനിമകൾക്കും ചില ഡയലോഗുകൾക്കും അത്യാവശ്യമാണ്. അത് വെക്കാൻ സംവിധായകൻ അധികാരം അല്ലെങ്കിൽ സംവിധായകൻ അത് വെക്കണം സമൂഹത്തിന് വേണ്ടിയെങ്കിലും എന്നല്ലേ? അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടോടെ കിടക്കട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും അത് കലക്കി. എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ പാട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ഇന്റർവ്യൂവിന്റെ അല്ലെങ്കിൽ ഈ ഒരു SK ഹോട്ട്സ്പോട്ടിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ തുടരും റൗണ്ടിലേക്കാണ് പോകാൻ പോകുന്നത്. 25-ാം തീയതി സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു തുടരും റൗണ്ട് കൂടി നമ്മൾ കളിക്കാൻ പോകുന്നുണ്ട്. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുക. കാരണം എൻ്റെ കൂടെ തരുൺ മൂർത്തി എന്നുള്ള കിടിലൻ സംവിധായകൻ, കിടിലൻ എഴുത്തുകാരൻ ഇങ്ങനെ കൂടെ തന്നെയുണ്ട്. സേതുവാണ് കൂടെ. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK ഹോട്ട്സ്പോട്ട്. ഇന്ന് ഈസ്റ്റർ സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ടിൽ എൻ്റെ കൂടെ ഉള്ളത് തരുൺ മൂർത്തിയാണ്. തുടരും സിനിമ നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. 25-ാം തീയതി സിനിമ ഇറങ്ങുന്ന ആ ദിനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ കാത്തിരിപ്പ് മുഴുവനും. കാരണം അത്ര അധികം മലയാളികൾ ഇങ്ങനെ ആവേശത്തിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തരുൺ ചേട്ടാ, നമുക്ക് തുടരും റൗണ്ട് നമുക്ക് ഒന്ന് പോയി നോക്കിയാലോ? തുടരും റൗണ്ടിൽ 3 പോയിന്റുകളാണുള്ളത്. 3 കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. പക്ഷേ അത് തുടരുമോ ഇല്ലയോ എന്ന് പറയണം. പ്ലസ് എന്താണ് പെട്ടെന്ന് ആ കാര്യം കേട്ടപ്പോൾ ഓർമ്മ വരുന്നത് എന്നുകൂടിയാണ് നമുക്കറിയേണ്ടത്. ഓക്കെ, എങ്കിൽ പിന്നെ ദേ നമ്മൾ പോകുന്നു. തുടരും റൗണ്ട് ഓൺ SK ഹോട്ട്സ്പോട്ട്. മലയാളികളും നന്മയുള്ള മനസ്സും. തുടരണം. എന്താണ് പെട്ടെന്ന് ഓർമ്മ വന്നത്? അല്ല, മലയാളികൾ ഈ പറയുന്നത് നമുക്കൊരു കലാമറ്റി വരുമ്പോലെ ഒരു സ്ഥലത്തൊരു വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഈവൻ വയനാട് നമ്മൾ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലമുണ്ട്. ആ
ആ സമയത്ത് മലയാളികളുടെ ഒരു ഇപ്പം സൗദി വെള്ളക്കയില് അന്ന് പറഞ്ഞ ഇത്രയൊക്കെ ഉണ്ട്, അന്ന് അതിനെ കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്യുന്ന രീതിയിലുള്ളൊരു ജാതി ഭേദമന്യേ അല്ലെങ്കിൽ പ്രായഭേദമന്യേ മനുഷ്യന് വേണ്ടിയിട്ട് പണിയെടുത്ത ഒരു സമയമുണ്ട്. അപ്പൊ അത് നമുക്ക് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. ഇപ്പം സൂപ്പർ സ്റ്റാറുകൾ പോലും അങ്ങനെ നോക്കാണ്ട് മുന്നിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യർക്ക് വേണ്ടിയിട്ട് നിന്നൊരു അങ്ങനെ വേണം. ഇപ്പം നമ്മുടെ തൊട്ട് മുന്നിൽ നിൽക്കുന്നവന്റെ സങ്കടവും അവന്റെ ഉള്ളിലെ പെയിനും മനസ്സിലാക്കുന്നിടത്താണ് ഒരു മനുഷ്യൻ ഉണ്ടാവുക. അപ്പം ഐ ബിലീവ് ഹ്യൂമാനിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ദിസ്. ഒരു പരിധി വരെ ആഫ്റ്റർ കോവിഡിൽ നമുക്കിടയിലുള്ള ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഇമോഷൻസ് അല്ലെങ്കിൽ എന്താ പറയാ സിമ്പതി എന്ന് പറയുന്നതൊക്കെ വളരെ ലോ ലെവൽ പെർസെന്റേജോട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആരെങ്കിലും ഒക്കെ ഉറക്കെ പറയണം, ഹ്യൂമാനിറ്റിയും അല്ലെങ്കിൽ മനുഷ്യത്വവും ഒക്കെ ഇവിടെ വേണമെന്നും മലയാളികളുടെ ഒത്തൊരുമ ഇനിയും തുടരണമെന്നും ആരെങ്കിലും ഉറക്കെ പറയണമെന്ന് വിശ്വസിക്കുന്ന ഗണത്തിൽപ്പെട്ട ഒരാളാണ്. സൂപ്പർ. അപ്പൊ എന്തായാലും അടുത്ത ആ ഒരു നമ്മൾ പോയിന്റിലേക്ക് പോകുന്നു. തുടരും റൗണ്ട് ഓൺ SK ഹോട്ട്സ്പോട്ട്. വന്ന വഴികളെ ഇഷ്ടത്തോടെ കാണുന്ന ഇഷ്ടപ്പെടുന്ന തരുൺ മൂർത്തി എന്ന മനുഷ്യൻ. ഉറപ്പായിട്ടും. കാരണം ഞാൻ പറഞ്ഞത് നമ്മള് ഒരു സെൽഫ് തോട്ട് ഡയറക്ടറാണ്. സിനിമ ലൈഫിൽ നിന്നാണ് സിനിമ സംവിധാനം ചെയ്യാൻ പഠിച്ചിരിക്കുന്നത്. കണ്ട കാഴ്ചയിൽ നിന്നാണ് സിനിമ സംവിധാനം ചെയ്യാൻ പഠിച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് എന്നെ അത്രയും കൗണ്ടർ ആയിട്ടാണ് വളർത്തിയിരിക്കുന്നത്. എനിക്ക് ചുറ്റുപാടുള്ള സൊസൈറ്റിയുമായിട്ട് സംസാരിക്കാനും ഇടപെടാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും എന്നെ റൂമിൽ പൂട്ടിയിട്ട് പഠിപ്പിച്ച ഒരു മകനല്ല ഞാൻ. എനിക്ക് കൃത്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങാനും സൈക്കിൾ ചവിട്ടാനും കുട്ടികൾക്ക് കളിക്കാനും തൊട്ടയലൊക്കത്തെ വീട്ടിൽ പോകാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം തന്ന് വളർത്തിയതാണ്. അപ്പം ഞാൻ വളരെ ഇമ്പോർട്ടന്റ്. ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളാണ് എന്നെ ഇപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറയുന്നത്. ഒരുപാട് പേര് ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്ന ആളാണെന്ന് പറയുന്നു. അല്ലെങ്കിൽ അതൊക്കെ എന്റെ കഴിഞ്ഞ കാലമാണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോ ആ കഴിഞ്ഞ കാലത്തിന് ഞാൻ അത്രയേറെ സ്നേഹിക്കുന്നു. അതെന്റെ ഹൃദയത്തോട് അത്രയേറെ ചേർത്ത് വെക്കുന്നു. സോ അതും തുടരും. തുടരും റൗണ്ട് ഓൺ SK ഹോട്ട്സ്പോട്ട്. തരുൺ മൂർത്തിയും പോലീസ് സ്റ്റേഷനും തമ്മിലുള്ള ബന്ധം, അതായത് മറ്റേ നമ്മൾ ഉദ്ദേശിച്ച സിനിമയിലാണ് കേട്ടോ. അല്ല, പോലീസ് സിനിമകളൊക്കെ ഒരു സിസ്റ്റം, ഞാൻ പറഞ്ഞ സൊസൈറ്റിയുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് സിനിമ. അപ്പം എന്റെ കഴിഞ്ഞ സിനിമയും സൗദി വെള്ളക്കയും ഒരു സിസ്റ്റം സൊസൈറ്റിയൊക്കെ പറയുന്നതാണ്. സൊസൈറ്റിയിൽ പോലീസിന് വളരെയേറെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളുടെ നിയമ വ്യവസ്ഥയിൽ പോലീസിന്റെ ഒരു ഇടപെടൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഓപ്പറേഷൻ ജാവയിലും പോലീസ് കാര്യങ്ങളുണ്ട്, സൗദി വെള്ളക്കയിലും പോലീസ് കാര്യങ്ങളുണ്ട്. തുടരുവിലും ഇപ്പൊ ഈ പറയുന്ന ട്രെയിലർ കണ്ടെടുത്തോളം കാലം പോലീസ് റഫറൻസുകളൊക്കെ ഉണ്ട്. സോ എനിക്കിഷ്ടമാണ് അവരുടെ പ്ലേകൾ സെറ്റ് ചെയ്യാൻ. ഈ പറയുന്ന പോലീസ് സ്റ്റേഷന്റെ ഒക്കെ പ്ലേ ഉണ്ടല്ലോ, ഈ പറയുന്ന നമ്മൾ സീൻ കോറിയോഗ്രഫി ചെയ്യുന്ന ഏരിയാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഒരുപാട് ശബ്ദത്തിന്റെ സാധ്യതകൾ കിട്ടാറുണ്ട്, വയർലെസ് ശബ്ദം, ഈ പറയുന്ന ഒരുപാട് ലൈഫ് പറയാൻ പറ്റുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എനിക്ക് ഞാൻ പറയുന്ന കഥകൾ കുറച്ചും കൂടി റിയൽ ആവാൻ എന്നെ പോലീസ് സ്റ്റേഷനുകൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ അത് തുടരും. ഓക്കെ, കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുക. കാരണം എൻ്റെ കൂടെ തരുൺ മൂർത്തി എന്നുള്ള കിടിലൻ സംവിധായകൻ, കിടിലൻ എഴുത്തുകാരൻ ഇങ്ങനെ കൂടെ തന്നെയുണ്ട്. സേതുവാണ് കൂടെ. കാതോരം കരുതലായി കാലത്തിനൊപ്പം. എൻ്റെ കൂടെ ഇന്ന് ഈസ്റ്റർ സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ടിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്, കഥ തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുടെ പേര് തരുൺ മൂർത്തി എന്നാണ്. ചേട്ടാ, ഇനിയിപ്പോൾ നമുക്ക് ഒരു ഒറ്റ ചോദ്യവും കൂടി നമുക്ക് ചോദിക്കാനുണ്ട്. ഈ 25-ാം തീയതി തുടരുമെന്നുള്ള സിനിമ കാത്തിരിക്കുന്ന എല്ലാവരോടും തരുൺ മൂർത്തി എന്നുള്ള സംവിധായകന് പറയാനുള്ളത്, ഒപ്പം ആ പുതിയ സിനിമ ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബിനു പപ്പു എഴുതുന്ന സിനിമയെക്കുറിച്ചും ഉള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ നമുക്ക് ടാറ്റ ബൈ ബൈ പറയാം. അതിൽ ബിനുവിനോടൊപ്പമുള്ള ഒത്തിരി പറയാം. ബിനുവിനൊപ്പമുള്ള ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് ഞാൻ അടുത്ത് ചെയ്യേണ്ടതായിട്ട് നമ്മൾ പ്ലാനിലുള്ളത്. അത് ഈ വർഷം അവസാനം സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ മാൻസാൽ പ്രിപ്പയർ ആയിരിക്കുന്നത്. അപ്പൊ അത് ആക്ച്വലി അതിന്റെ പ്രോസസ്സിലോടൊന്നും ഞങ്ങൾ കടന്നിട്ടില്ല. അതിന്റെ ഒരു കാസ്റ്റിംഗ് സംബന്ധമായ രീതികളൊക്കെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ പിന്നീട് അത് ആ സമയത്താണ് നമ്മൾ തുടരുമിന്റെ പ്രോസസ്സിലോട്ട് കടന്നു. പിന്നെ അതിന്റെ പിന്നാലെ പോയി. അപ്പം സ്റ്റില്ലത് പെൻഡിങ്ങിലാണ്. പക്ഷെ ഈ വർഷം അവസാനത്തേക്ക് ബിനു എഴുതുന്ന ഒരു പ്രോജക്ട് ഡയറക്ട് ചെയ്യാമെന്ന് ഞാൻ ഏറ്റിട്ടുണ്ട്. കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആഷിഖ് ഉസ്മാനാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ നേരിട്ട്. അതിന്റെ കാസ്റ്റിംഗിലോട്ടൊന്നും പരിപൂർണമായിട്ട് കടന്നിട്ടില്ല. പിന്നെ എന്താണ് തുടരും കാണാൻ വരുന്നവരോട് പറയണമെന്ന് വെച്ചാൽ, ഒരു കുറച്ച് നാളായിട്ട് മലയാള സിനിമയിൽ നിന്നും മിസ്സായിക്കൊണ്ടിരിക്കുന്ന ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഒരു കഥയുള്ള സിനിമ, ഒരു ഇമോഷനുള്ള സിനിമ, അത് കഥയുള്ള സിനിമയാണ് ശരിക്കും തുടരും.
തുമ്പും വാലും ഒന്നും ഇല്ലാത്ത സിനിമയൊന്നുമില്ല. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതൊരു നോവൽ പോലെ ഉള്ളൊരു കഥയാണ്. ആ കഥ കേൾക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണ് സിനിമ കാണാൻ വരേണ്ടത്. മേക്കിംഗ് അങ്ങനെയൊന്നും പറഞ്ഞ് ഇത് ഗംഭീര മേക്കിംഗ് ആണ്, ഭയങ്കര ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര വർക്കാണ്, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ ഡിപ്പാർട്ട്മെന്റും മനസ്സറിഞ്ഞ് പണിയെടുത്തിട്ടുണ്ട്. ലാൽ സാറും മനസ്സറിഞ്ഞ് ഈ സിനിമ ചെയ്തിട്ടുണ്ട്. ലാൽ സാർ എപ്പോഴും നമ്മുടെ സിനിമ എന്നാണ് തുടരിനെ പറ്റി പറയാറ്. അതൊരു വലിയ ചേർത്തുനിൽപ്പലാണ്. അപ്പം ആ നമ്മുടെ സിനിമ എന്ന് ലാൽ സാർ പറഞ്ഞത് മലയാളികളുടെ സിനിമയായിട്ട് മാറട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലുള്ള എല്ലാ കുടുംബങ്ങളും ഈ ഏപ്രിൽ 25 മുതൽ തിയേറ്ററുകളിൽ ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ലാൽ സാറിന്റെ ഏറ്റവും വലിയ ആഗ്രഹം മലയാളിക്കാരെ മൊത്തം കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അപ്പം എന്താ പറയാ, ലാൽ സാറിന്റെ എമ്പുരാൻ സ്വീകരിച്ച പോലെ, ദൃശ്യം സ്വീകരിച്ച പോലെ, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള നേരെ സ്വീകരിച്ച പോലെ ഒരു നല്ല സിനിമ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ, അത് ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള എഫേർട്ട് എന്ന് എല്ലാവർക്കും ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെ വാനോളം പുകഴ്ത്തി വാനോളം പ്രശംസിച്ച് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം. ഓ അടിപൊളി. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ പെട്ടെന്ന് ഓർത്തൊരു കാര്യമാണ്, ശരിക്കും തരുൺമൂർത്തി എന്നുള്ള എഴുത്തുകാരൻ, തരുൺമൂർത്തി എന്നുള്ള സംവിധായകൻ എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാക്ക് ഉറപ്പ് എന്നുള്ള വാക്ക് കൂടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഓപ്പറേഷൻ ജാവയിൽ ആ ഒരു ക്ലിപ്പ് ലീക്കാവുന്ന സീനാണ് ഞാൻ പെട്ടെന്ന് ഓർത്തു. ഞാൻ എന്താണെന്ന് അറിയില്ല, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നാണത്. അതിൻ്റെ അകത്തും ആ ഭർത്താവിൻ്റെ ഒരു ചേർത്ത് പിടിക്കലുണ്ട് ഭാര്യയെ. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 2 ചെറുപ്പക്കാർ ജോലിക്ക് പിന്നാലെ പോകുന്നതിലും അവരെ ഹോപ്പിന് പിന്നാലെ, അല്ലെങ്കിൽ ഹോപ്പ് ഉണ്ടെന്നുള്ളൊരു ഉറപ്പുണ്ട് അവർക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ സൗദി വെള്ളക്കയിൽ ഈ പറഞ്ഞ പോലെയുള്ള കുറേ ജീവിതങ്ങൾ അത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി എന്താ പറയുക, ഒരു പ്രത്യേക കാര്യത്തിന് പിന്നാലെയുള്ള അവരുടെ ഒരു യാത്രയുടെ ഒരു ഉറപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എപ്പോഴും ഹോപ്പ്, ഉറപ്പാണ്, നിങ്ങൾക്ക് എന്തൊക്കെയോ നല്ലത് സംഭവിക്കും എന്നൊക്കെയുള്ള വിശ്വാസം എന്നും മലയാളികൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരൻ, ഒരു സംവിധായകൻ, താങ്കൾക്കും താങ്കളുടെ സിനിമയ്ക്കും 1000 വിജയങ്ങൾ നേരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മലയാളികൾ അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഏറെ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ സിനിമ എന്താ പറയുക, ഇങ്ങനെ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, വാനോളം ആളുകൾ ഉയർത്തട്ടെ. നിങ്ങളെല്ലാവരും പ്രശംസകളാൽ ആളുകൾ ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് മെസ്സേജ് അയക്കും. ആഗ്രഹവും സ്വപ്നവുമാണ്. സിനിമ നല്ലതാണെങ്കിൽ മാത്രമൊക്കെ ചെയ്താൽ മതി. തിയേറ്ററിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ ഈ സിനിമേനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ നമ്മൾ കോണ്ടന്റുകൾ തരുന്നുണ്ട്. ആ കണ്ടന്റുകളൊക്കെ കണ്ടിട്ട് ഇത് നിങ്ങളുടെ ടേസ്റ്റുള്ള സിനിമയാണെങ്കിൽ ഉറപ്പായിട്ടും തിയേറ്ററിലേക്ക് പോവാം. നിങ്ങൾക്ക് അവിടെ എൻജോയ് ചെയ്യാനുള്ള എല്ലാം അതിനുണ്ടാവും എന്നാണ് വിശ്വാസം. ഓക്കെ. അപ്പോൾ എന്തായാലും സന്തോഷം കേട്ടോ സംസാരിക്കാൻ കഴിഞ്ഞാൽ. നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത്, പക്ഷേ എന്താ പറയുക, നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ പരിചയമുള്ള ആളുകൾ സംസാരിക്കുന്ന പോലെയൊക്കെ, അതായത് എനിക്കും അധികം ടെൻഷൻ ഉണ്ടായില്ല. ചേട്ടനും എൻ്റെ ചോദ്യങ്ങളിൽ കംഫർട്ടബിൾ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. താങ്ക് യു കേട്ടോ. വളരെ വളരെ സന്തോഷം. അപ്പം ഒരു വട്ടം കൂടി പറഞ്ഞേക്കാം, എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും, എല്ലാ കോട്ടയം നിവാസികൾക്കും തുടരുവിന്റെയും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഒക്കെ ഈസ്റ്റർ ദിന ആശംസകൾ. ഇന്ത്യയുടെ ആകട്ടെ കൂടെ ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു. കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.